തുടങ്ങാം. നിങ്ങളിൽ എത്ര പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സീസൺ തുടക്കത്തിൽ ലിവർപൂൾ ചാമ്പ്യൻ ആയിരിക്കുമെന്ന്? ഞാൻ വിചാരിച്ചിട്ടില്ല. നീ 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 വിചാരിച്ചിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞത്. ഞാനും വിചാരിച്ചിട്ടില്ല. ഞാൻ മാത്രമാണ് ലിവർപൂളിന് ഒരു ചാൻസ് കൊടുത്തോളൂ. പക്ഷെ ഞാൻ വലിയ വിചാരിച്ചോ? ഞാൻ സെക്കൻഡ് വരാൻ ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞു. എന്നാണ് എന്റെ വിശ്വാസം. അത് പക്ഷെ ഞാൻ കറക്റ്റ് പ്രഡിക്ട് ചെയ്തു, ആർസണൽ സെക്കൻഡ് വരുന്നു. നിങ്ങൾ രണ്ടുപേരും സിറ്റി ജയിക്കുന്നല്ലേ പറഞ്ഞേ? അതിനന്ന് റോഡ്രി ഇഞ്ചുറി ആയി സീസൺ ഫുള്ള് പോകുന്നൊന്നും നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ബാലൻസിയർ വിന്നർ അല്ലേ. അല്ല, ആസ് എ സീസൺ ഓവറോൾ എന്താണ് നിന്റെ അഭിപ്രായം ഗുലാൻ? ഹൗ ദ ടീംസ് ഫെയർഡ്? എനിക്ക് ജനറലി എനിക്ക് കാണാൻ കുറച്ച് ബോറിംഗ് ആയി തോന്നിയ സീസൺ ആയിരുന്നു അത്. ഐ മീൻ ലിവർപൂളിനെ മാത്രം അങ്ങനെയല്ല, ടൈറ്റിൽ റേസ് കാരണം മാത്രമല്ല, ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ സീസണിൻ്റെ അത്ര ഒരു ഇത് കിട്ടിയില്ല. എന്തോ ലീഗിൽ പൊതുവെ ഒരു അഗ്രസീവ്നെസ് ഒക്കെ കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. ബട്ട് എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായി തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ അണ്ടർ ഡോഗ്സ് ആയ ടീംസൊക്കെ കുറേ നന്നായിട്ട് ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല ടീംസും കയറി വന്നു. ആൻഡ് അതിൽ മേജറായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളൊരു ടീം ഐ തിങ്ക് നോട്ടിംഗം ഫോറസ്റ്റ് ആയിരിക്കും. ഹാറ്റ്സ് ഓഫ് ടു നൂനോ. ആൻഡ് അതേപോലെ തന്നെ എന്നെ ഒരുപാട് ഇമ്പ്രസ് ചെയ്ത വേറൊരു ടീം ഐ തിങ്ക് ക്രിസ്റ്റൽ പാലസ് ആയിരിക്കും ആസ് എ സീസൺ ആസ് എ ഹോൾ. കാരണം അവർ ഫിനിഷ് ചെയ്തത് ഒബ്വിയസ്ലി 12th 13th ആണ്. യൂഷ്വലി അവർ ഫിനിഷ് ചെയ്യണ അതേ ഒരു മിഡ് ടേബിൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ബട്ട് ദെൻ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ എടുക്കുമ്പോൾ എനിക്ക് അവരുടെ കളികൾ കാണാൻ എപ്പോഴും എനിക്ക് കാണാൻ ഇഷ്ടമുള്ള കളികളാണ് അവരുടെ കളി. ആൻഡ് സെയിം ഗോസ് വിത്ത് ബ്രൈറ്റൺ ഒരുപാട് കൺസീഡ് ചെയ്യുമെങ്കിലും അറ്റ് ദ സെയിം ടൈം ദേ ആർ ഈക്വലി വെരി കോമ്പറ്റേറ്റീവ് അറ്റാക്കിംഗ് മൈൻഡഡ് ടീം. സോ ഐ മീൻ എടുത്ത് പറയാനുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഐ തിങ്ക് ഈ അണ്ടർഡോഗ്സിന്റെ ഗെയിംസും ഒക്കെ ആയിരിക്കും. ആൻഡ് ദെൻ സ്റ്റാർട്ടിങ് ഓഫ് ദ സീസണും മിഡ് സീസണും എടുക്കുകയാണെങ്കിൽ ബോൺമൗത്ത് വാസ് ഫ്ലൈങ്. ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും അവരൊരു ടോപ്പ് 4 തന്നെ എത്തും, ചാമ്പ്യൻസ് ലീഗ് അങ്ങനെ ഒരു ഫോമിലായിരുന്നു. ന്യൂ കാസിലൊക്കെ കുറച്ച് താഴെ, ചെൽസിയൊക്കെ ഫസ്റ്റ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫുൾ താഴെ പോയി. ചാമ്പ്യൻസ് ലീഗിൽ എത്തിയത് ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ ഞെട്ടി. ഞാൻ ടേബിൾ നോക്കിയപ്പോൾ 4ാം സ്ഥാനത്ത്. അത് എങ്ങനെയൊക്കെ അവരെത്തി. അവര് നല്ല ഡിഫെൻസീവ്ലി ഇമ്പ്രൂവ് ചെയ്തു. ലാസ്റ്റ് ഒരു 10 games റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും നന്നായി ഡിഫെൻസീവ് സ്റ്റാറ്റ്സുള്ള ടീം ആക്ച്വലി ചെൽസി ആയിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ചെൽസി വന്നവ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞ ഞങ്ങളോടോ ബാല. അപ്പോ ബട്ട് ഓവറോൾ അപ്പാർട്ട് ഫ്രം ദീസ് ബിഗ് ഡോഗ്സ് എന്ന് വെച്ചാൽ ഈ ചെൽസി, ആർസണൽ, ലിവർപൂൾ, മാൻ സിറ്റി ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ എനിക്ക് ഈ നെക്സ്റ്റ് ടിയറിലുള്ള ഈ ടീംസിനെ കാണാൻ ഒരുപാട്. ബിഗ് ഡോഗ്സിൽ യുണൈറ്റഡിന്റെ പേര് പോലും പറഞ്ഞല്ലോടാ. അത് ഹോട്ട് ഡോഗ് ആണ്. അത് അടുത്ത സീസൺ ഹോട്ട് കത്തി നിൽക്കുന്ന ടീം അത്. എടാ മോനെ, ഞാൻ നോക്കി ടേബിൾ നോക്കി, റെലഗേറ്റ് ആവാത്തത് ബാക്കി 40 പോയിന്റ് ഉള്ളതുകൊണ്ട് മാത്ര. റെലഗേഷന്റെ തെറ്റും പോയിട്ടുണ്ട് കറക്റ്റ്. ഇപ്പൊ എത്ര 15 ഫിനിഷ് ചെയ്തത് യുണൈറ്റഡ്? 15 സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത്. അതിന് ആസ്റ്റൺ വില്ലേനെ തോൽപ്പിച്ചു. ഞാനത് ഞെട്ടിപ്പോയി. ഞാൻ ആക്ച്വലി കാരണം ആസ്റ്റൺ വില്ല വാസ് ഫൈറ്റിംഗ് ഫോർ ഇത് യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ്. ആക്ച്വലി അവർക്ക് അത് മസ്റ്റ് വിൻ കളിയായിരുന്നു. അത് തന്നെ ഞെട്ടിപ്പിച്ചു ആ റിസൾട്ട്. പക്ഷെ മാർട്ടിനസ് റെഡ് മേടിച്ചു. കുറെ സംഭവബഹുലമായ ഒരു കളിയായിരുന്നു അത്. എന്തായാലും എങ്ങനെയൊക്കെയോ 15ാം സ്ഥാനമാണ്. നാണക്കേടാണ്. ന്യൂകാസിൽ ആസ്റ്റൺ വില്ല സെയിം പോയിന്റ്സിലായിരുന്നു ഇതല്ലേ ഫിനിഷ് ചെയ്തേ. ബട്ട് ന്യൂകാസിൽ ഗോട്ട് യൂസിയൽ, ആസ്റ്റൺ വില്ല ന്യൂകാസിൽ കളി തോറ്റിട്ടും they still got it. സോ ആസ്റ്റൺ വില്ലയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ച് ആയിരുന്നു. ബട്ട് they didn't do well. അത് മാർട്ടീനസിന്റെ മിസ്റ്റേക്ക് കാരണം. അല്ലെങ്കിൽ അവരുടെ ഐ മീൻ ഒബ്വിയസ്ലി അവർ സെക്കൻഡ് ഹാഫിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ടീമാണല്ലോ പൊതുവെ. അപ്പോൾ അവർ വരുന്ന ഞാൻ വിചാരിച്ചു. പക്ഷേ
ദാറ്റ് റെഡ് കാർഡ് ഗോട്ട് ദം ഡിസോറിയന്റഡ്. ഓ, പിന്നെ നോട്ടിംഗം കളി full പോയി. ജയിച്ചിരുന്നെങ്കിൽ നോട്ടിംഗം കയറിയല്ലേ? നോട്ടിംഗമിനും മസ്റ്റ് വിൻ ഗെയിം ആയിരുന്നു, ചെൽസിക്കും മസ്റ്റ് വിൻ Chelsea. ഗെയിം ആയിരുന്നു. ലൈക്ക് ഫൈനൽ ഡേ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഈവൻ ദോ ടൈറ്റിൽ റേസ് ഇപ്പൊ പല കഴിഞ്ഞ സീസൺസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ടൈറ്റിൽ റേസിനായിരുന്നു ഫൈനൽ ഗെയിം ഇത്ര ഇമ്പോർട്ടൻസ്. പക്ഷെ ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് സ്പോർട്സിന് ആയിരുന്നു അതേപോലത്തെ ഒരു റേസ്, അതും മൾട്ടിപ്പിൾ ക്ലബ്സ്, എല്ലാ ടീമും, ആസ്റ്റൺ വില്ല, ന്യൂകാസിൽ, ചെൽസി, നോട്ടിംഗം ആൻഡ് ആർസണൽ ഓൾറെഡി സെക്കൻഡ്. അവര് തോറ്റാലും ജയിച്ചാലും എന്തായാലും ദേ വിൽ ഓൺലി ഗെറ്റ് സെക്കൻഡ്. But the rest of those 4-5 clubs were really fighting for it. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട് എന്തായിരുന്നു വെച്ചാൽ, ചെൽസി ഒരുപക്ഷെ തോറ്റിട്ട് 7th പ്ലേസിൽ വന്നിട്ട് കോൺഫറൻസ് ലീഗ് ഫൈനൽ ബാക്കിയുണ്ട്. ആക്ച്വലി ചാമ്പ്യൻസ് ലീഗ് മാത്രമല്ല, കോൺഫറൻസ് ലീഗ് ഫൈനലും ഐ തിങ്ക് കഴിഞ്ഞിട്ടില്ല. സോ കോൺഫറൻസ് ലീഗിൽ ചെൽസിയാണ് ചാമ്പ്യൻ ആവുന്നത് എങ്കിൽ ദെൻ ആക്ച്വലി ബ്രെൻഫോർഡിനോ അതിൻ്റെ താഴെയുള്ള ടീംസിനൊക്കെ 8th പൊസിഷനിൽ എത്തുകയാണെങ്കിൽ അവർക്കും യൂറോപ്യൻ ഫുട്ബോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഐ തിങ്ക് ഇംഗ്ലീഷ് ഫുട്ബോളിന്, അതായത് പ്രീമിയർ ലീഗിൽ നിന്ന് ഇത്രയും അധികം ടീംസ് യൂറോപ്പിൽ കളിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ബിഗ് തിങ്. കാരണം ഈ കുറെ ക്വാളിഫിക്കേഷൻ റൂൾസിന്റെ ചേഞ്ച് കാരണമാണ് ഇപ്പൊ പല ടീംസിനും വരാൻ പറ്റുന്നത്. ആൻഡ് ദാറ്റ്സ് ബിഗ് ഫോർ പ്രീമിയർ ലീഗ് ഓവറോൾ. ആൻഡ് സ്പേഴ്സ് ഒബ്വിയസ്ലി സ്പേഴ്സാണ് ഏറ്റവും ടേബിളില് റെലഗേഷന്റെ ജസ്റ്റ് മുകളിലുള്ള. ഞാനിപ്പോ നോക്കി, അവർ പക്ഷെ യൂസ്വൽ ക്വാളിഫൈഡ് ആണ്. യൂറോപ്പ് അടിച്ചല്ലോ. പോസ്റ്റ് ഗോകളും മാജിക് മാൻ. സെക്കൻഡ് ഇയറിൽ കപ്പടിക്കുന്നവർ കപ്പടിച്ചു. സെക്കൻഡ് ഇയറിൽ ഞാൻ കപ്പടിക്കുന്ന പറഞ്ഞ സീസൺ തുടക്കം, അത് അതേപോലെ അങ്ങ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആശ വേറൊരു ഡയലോഗ് കിട്ടു, എന്താണ് സീസൺ 3 ആണ് എല്ലാ സീസണിന്റെ അടിപൊളി. എല്ലാ വെബ് സീരീസിലും ഏറ്റവും അടിപൊളി സീസൺ നമ്പർ 3 ആണ്. ഓറുണ്ടല്ലോ, ഓറ ഒരു രക്ഷയില്ല. ആള് 8 ആൾക്കാര് കളിക്കാവുള്ളൂ വെച്ചെങ്കിലും ഹൈലൈൻ പിടിച്ചിട്ട് കളിക്കുക, അങ്ങനത്തെ ചെങ്ങായി. എടാ, ഏറ്റവും സർപ്രൈസിംഗ് ആയ ഫാക്ട് എന്താണെന്നറിയോ? ലൈക്ക് ദിസ് ഇസ് ദ മോസ്റ്റ് സ്പേഴ്സി സ്റ്റാറ്റ് ഐ ഹാവ് എവർ സീൻ. 38 ഗെയിം മാച്ചില് ഹിസ്റ്ററിയിൽ തന്നെ ആകെ ഒരു ടീം മാത്രമേ 22 മാച്ച് തോറ്റിട്ടും റെലഗേറ്റ് ആവാണ്ടിരുന്നിട്ടുള്ളൂ. And that's Tottenham. And they are in Champions League. വേറെ ലെവൽ സ്റ്റാറ്റ്സ് ആണ് പോലെ. ആൻഡ് എനിക്ക് തോന്നുന്നത് ഹിസ്റ്ററിയിൽ തന്നെ ടോട്ടനാമിന് ഇങ്ങനത്തെ വിയേർഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ ഞാൻ കണ്ടതിൽ വെച്ച്. ആലോചിച്ചോക്കെ, ഈ യൂറോപ്പ ലീഗ് ഫൈനലില് 2 ബോട്ടം ഓഫ് ദ ടേബിൾ കിടക്കുന്ന ഈ പ്രീമിയർ ലീഗ് ടീംസ് ആണ് ഫൈനലിൽ വന്നത്. ഞാൻ ആലോചിക്കണത് ലൈക്ക് ഹൗ that explains the quality of Europa League. അതാ ഞാൻ പറഞ്ഞേ. എടാ ഞാൻ പറയാം, ഇപ്പൊ ഈ ചാമ്പ്യൻസ് ലീഗ് ഇവൻ പറഞ്ഞത്, സ്പാനിഷ് ലീഗിന്റെ ടീം ഉണ്ടായിരുന്നില്ല യൂറോപ്പ ലീഗില്. സ്പാനിഷ് ലീഗിന്റെ അത്യാവശ്യം ഇപ്പൊ ഈ അത്ലറ്റിക് ക്ലബ്ബൊക്കെ എവിടെ ഫിനിഷ് ചെയ്തേക്കണം നമുക്കറിയാം. സ്പാനിഷ് ടേബിളിൽ അവർ സെമി ഫൈനലിൽ ഉണ്ടായിരുന്ന ടീമാണ്. അവർക്ക് എന്താണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോളിലെ അവരുടെ DNA തന്നെ ഏറ്റവും മോശം ടീമിനായിട്ട് തോറ്റുപോയത്. ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും യൂസ്ലെസ് കംബാക്ക് ഉണ്ടായിട്ട്. പറഞ്ഞ മനസ്സിലായോ? അത് 2 കാര്യങ്ങൾ നീ പറഞ്ഞ പോലെ മനസ്സിലാക്കാം. ഒന്ന്, യൂറോപ്പ ലീഗ എന്ന് പറയുന്നത് ഒരു ഷണ്ടം കോമ്പറ്റീഷൻ ആണ് ഇപ്പോൾ. കാരണം കൂടുതൽ ടീംസ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്നുണ്ട്. യൂറോപ്പ ലീഗിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പണ്ടത്തെക്കാട്ടും വളരെ ഷണ്ടമായിട്ടുണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്, പ്രീമിയർ ലീഗ് ഈസ് സ്റ്റിൽ ദി ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ്. അതിനൊരു കൗണ്ടർ ആർഗ്യുമെന്റ് പറയാം. നീ പറയാറില്ലേ, ഒരിക്കലും ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ കപ്പ് കോമ്പറ്റീഷൻസിന്റെ പെർഫോമൻസ് വെച്ച് ലീഗിൽ പെർഫോം ചെയ്യുന്ന അതേ ടീമിനെ ഇവിടെ വെച്ച് അളക്കരുത് എന്ന്. ഐ തിങ്ക് ദാറ്റ് ഈസ് ട്രൂ. ശരിയാണ്. ആ ഇൻവേഴ്സും എനിക്ക് ട്രൂ ആണ് തോന്നുന്നു. കാരണം മാൻ യുണൈറ്റഡ് ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ യൂറോപ്പ. അവർ ആ ഒരു സീസൺ ഡിപ്പ് വന്നു, അവർക്ക് പ്രീമിയർ ലീഗിൽ ഒന്നും പറ്റുന്നില്ല എന്ന്, അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. മാൻ യുണൈറ്റഡിന്റെ വലിയൊരു ഫ്ലോ എന്താ അറിയോ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്നറിയില്ല. അവർക്ക് ഫിസിക്കലി ഡോമിനന്റ് ആയ ടീംസ് ആയിട്ട് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
they cannot excel in those matchups where the other team is physically more having more presence than them. കാരണം അവരുടെ പ്ലെയേഴ്സിന്റെ പ്രൊഫൈലൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആൻഡ് ഡ്യൂ ടു ദ വേ ഹി പ്ലേസ് ഓൾസോ പ്രീമിയർ ലീഗിന്റെ ആ ഫിസിക്കാലിറ്റിക്ക് തക്കതായ ഒരു പെർഫോമൻസ് അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് അവരുടെ വലിയൊരു വീക്ക്നെസ് ആണ്. ആൻഡ് യൂറോപ്പിൽ അത് ബാധകമല്ല. കാരണം യൂറോപ്പിൽ വരുന്ന എല്ലാ ടീമും ഫിസിക്കലി ഒബ്വിയസ്ലി പ്രീമിയർ ലീഗിന്റെ അത്ര ഫിസിക്കൽ ലീഗ്സ് അല്ലല്ലോ യൂറോപ്പിൽ വരുന്ന പല ടീംസും. അവരങ്ങനത്തെ ഒരു ടൈപ്പ് ഗെയിമുള്ള ടീംസും അല്ല. കുറച്ചും കൂടെ ടെക്നിക്കൽ ആൻഡ് ദെൻ ദേ ഹാവ് എ ഡിഫറെന്റ് വേ ഓഫ് പ്ലേയിങ്. എസ്പെഷ്യലി ഇൻ സ്പാനിഷ് ഫുട്ബോൾ ഇറ്റ്സ് നോട്ട് ഫിസിക്കൽ ഗെയിം ദർ. അതുകൊണ്ട് തന്നെ മാൻ യുണൈറ്റഡിന് കുറച്ചും കൂടെ ഫേവറബിൾ ആയ ഒരു മാച്ചപ്സ് ആണെന്ന് തോന്നാറുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ ക്വാളിറ്റി, ഇപ്പൊ ലാലിഗയുടെ ക്വാളിറ്റി ഡെഫിനറ്റ്ലി പ്രീമിയർ ലീഗ് വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ കുറവ് തന്നെയാണ്. അത് ഞാൻ അഗ്രി ചെയ്യും. കാരണം മെജോറിറ്റി ഓഫ് ദ ടീംസ് ഇൻ ലാലിഗ മേ നോട്ട് ബി ഏബിൾ ടു കമ്പീറ്റ് വിത്ത് ദ മെജോറിറ്റി ഓഫ് ദ ടീംസ് ഇൻ പ്രീമിയർ ലീഗ്. സോ ദാറ്റ് പോയിന്റ് ഐ അഗ്രി വിത്ത് ദാറ്റ്. ബട്ട് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ്ലി അതിനെ റൂൾ ഔട്ട് ചെയ്യില്ല. ഞാനതൊരു ഒരു മെട്രിക്സ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഇപ്പോഴും ഈ നോക്കൌട്ട് കോമ്പറ്റീഷൻ വെച്ചിട്ട് വിലയിരുത്തുന്നതോട് ഇപ്പോഴും എനിക്ക് താല്പര്യമില്ല. ബട്ട് ഇത് നമുക്ക് അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു മെട്രിക്സ് ആണ്. കാരണം പ്രീമിയർ ലീഗിന്റെ മിഡിൽ നീ പറഞ്ഞ ഈ ബോൺമൗത്ത് ടീം പോലുള്ള ടീമിനോട് പോലും പിടിച്ചിരിക്കാൻ പറ്റാത്ത രണ്ട് ടീംസാണ് ഇവര് വന്നിട്ട് കപ്പടിച്ചിട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? സോ ആ ഒരു അത്രയും ഒരു റെലവെന്റ് സ്റ്റാറ്റ്സ് ആണ്, ഡിഫറൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു കോമ്പറ്റീഷനിൽ ആ സ്റ്റാറ്റ്സ്. I think that also applies to players who left Man United. കാരണം ആന്റണിക്ക് പ്രീമിയർ ലീഗിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ ഒരു റീസൺ അതായിരുന്നു. ഹി ഡസ് നോട്ട് ഹാവ് ദറ്റ് ഫിസിക്കാലിറ്റി. നമ്മൾ പ്രീമിയർ ലീഗ് വിങ്ങേഴ്സിനെ പോലെ അല്ലല്ലോ. ഇപ്പൊ സാക്കേനെ പോലെ ഒന്നും ആന്റണിക്ക് ഒരിക്കലും കളിക്കാൻ പറ്റില്ല. ആൻഡ് ടു പെർഫോം അറ്റ് ഹയസ്റ്റ് ലെവൽ ഇൻ പ്രീമിയർ ലീഗ്, സാക്ക പോലത്തെ വിങ്ങേഴ്സ് അല്ലെങ്കിൽ ഡോക്കു ഒക്കെ നല്ല ഡ്രിബിളറും ഒക്കെയാണ്. ബട്ട് ഹി ഈസ് ഓൾസോ വെരി സ്ട്രോങ്. ലൈക്ക് ഡോക്കുവിന്റെ അടുത്തുനിന്ന് ഒരു ചാലഞ്ച് ചെയ്തിട്ട് അവന്റെ ബോൾ വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം ഹീസ് ലൈക്ക് പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ അവന് നന്നായിട്ട് പറ്റും. അങ്ങനത്തെ പ്ലേയേഴ്സ് പ്രീമിയർ ലീഗിൽ ഫ്ലറിഷ് ചെയ്യുന്ന വളരെ വളരെ റെയർ ആണ്. ലൈക്ക് വെരി വെരി ഫ്യൂ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ. സോ അതുകൊണ്ട് തന്നെ ആന്റണിക്ക് പറ്റുന്ന ഒരു ടൈപ്പ് ലീഗാണ് സ്പാനിഷ് ലീഗ്. കാരണം സ്പാനിഷ് ലീഗ് ഇസ് മോർ ടെക്നിക്കൽ ആൻഡ് ഹി ഈസ് സ്യൂട്ടഡ് ടു ദാറ്റ്. അതുകൊണ്ട് അവൻ അവിടെ പോയപ്പോൾ ഷൈൻ ചെയ്യാൻ തുടങ്ങി. മെക്ടോമിനിക്ക് പറ്റിയ ഒരു ലീഗായിരുന്നു. ഫിസിക്കൽ പ്രശ്നമില്ല. അത് നീ പറഞ്ഞ നോട്ട് എ വിങ്ങർ. ഹീസ് ലൈക്ക് രണ്ട് പ്ലേയേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ കളിക്കുന്ന പൊസിഷൻസ് ആണ് ഞാൻ പറയുന്നത്. പ്രീമിയർ ലീഗ് വിങ്ങേഴ്സ് ആർ ഡിമാൻഡഡ് ടു ഹാവ് ദാറ്റ്. നീ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഏത് ലൈക്ക് നന്നായി കളിക്കുന്ന ഏത് വിങ്ങേഴ്സ് എടുത്തു നോക്കിയാലും അവരൊക്കെ വളരെ ഫിസിക്കലി സ്ട്രോങ് ആയ വിങ്ങേഴ്സ് തന്നെയാണ്. ഇംബൂമോ, സാല, പിന്നെ മറ്റേ സാക്ക ഒബ്വിയസ്ലി ഇഞ്ചുറി ആയിരുന്നു, അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഹി വുഡ് ഹാവ് ബീൻ ഇൻ ദ ടോപ്പ്. ബട്ട് ദെൻ ഇഫ് യു ലുക്ക് അറ്റ് മാർട്ടിനെല്ലി, ഹി ഈസ് നോട്ട് ഏബിൾ ടു പെർഫോം അറ്റ് ഹയസ്റ്റ് ലെവൽ കൺസിസ്റ്റന്റ്ലി. ഐ തിങ്ക് വളരെ റെയർ എക്സാമ്പിൾസേ ഉണ്ടാവുള്ളൂ അങ്ങനെ അല്ലാത്ത വിങ്ങേഴ്സ് വന്ന് ഇവിടെ വന്നിട്ട് ഔട്ട് ഷൈൻ ചെയ്യുന്നത്. ഐ തിങ്ക് പ്രോബ്ലി ഓസിൽ റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന ടൈമോ അല്ലെങ്കിൽ റൈറ്റ് മിഡ് കളിക്കുമ്പോഴൊക്കെ ആയിരുന്നു വളരെ റെയർ എക്സാമ്പിൾസ്. ബട്ട് മിഡ്ഫീൽഡർ ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കോൺവെർസേഷൻ. മിഡ്ഫീൽഡറും അതേ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മെക്ടോമിന് ഫിസിക്കാലിറ്റിയുടെ റീസൺ കാരണമല്ല, മെക്ടോമിനേക്ക് ഐഡിയൽ ആയ റോള് മാൻ യുണൈറ്റഡിൽ ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് വേറെ കുറെ ഫ്ലോസ് ഉണ്ടായിരുന്നു അവന് ചുറ്റും. ഫ്രെഡ് ഒരു ഫ്ലോ ആയിരുന്നു. ബ്രൂണോ വാസ് നോട്ട് പ്ലേയിങ് ഇൻ ഹിസ് ബെസ്റ്റ് പൊസിഷൻ. സോ മെനി പ്ലേയേഴ്സ് വെർ നോട്ട് റൈറ്റ്ലി പുട്ട് ഇൻ ദെയർ പ്ലേസ്. അപ്പൊ മെക്ടോമിനേക്ക് ആ ഒരു പൊസിഷൻ നാപ്പോളിയിൽ കറക്റ്റായി കോൺടേ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഐ തിങ്ക് ഹി ഈസ് പെർഫോമിങ്. അല്ലെങ്കിൽ ഇപ്പൊ ലുക്കാക്കും മെക്ടോമിനി ഇവരൊക്കെ മാൻ യുണൈറ്റഡിൽ കളിച്ച പ്ലേയേഴ്സ് ആയിരുന്നു. സീ ഹൗ വെൽ ദേ ആർ ഡൂയിങ് നൗ. ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് ഐ തിങ്ക് ദാറ്റ്സ് ദ റീസൺ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗർണാച്ചോ ഇസ് ലീവിങ് യുണൈറ്റഡ്. ഐ തിങ്ക് ദാറ്റ്സ് എ ഗ്രേറ്റ് മൂവ് ഫോർ ഹിം. ഇഫ് കാരണം ഈ ലീഗിൽ നിന്ന് കളിക്കാൻ ഒരു സ്പെസിഫിക് മാച്ചപ്പ് ഉണ്ട്. ആ ഒരു ചില ക്വാളിറ്റീസ് ഉണ്ട്, ബേസിക് ക്വാളിറ്റീസ് ഓരോ പൊസിഷനിലും. അതില്ലെങ്കിൽ ഇപ്പൊ കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും കോമ്പറ്റീറ്റീവ് ആണ്. നിങ്ങൾക്ക് എന്തോന്നു പറയാം, എനിക്ക് അങ്ങനെ തോന്നി ജനറലി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം പറയുമ്പോൾ വേറെ കാര്യം പറയണം. ദേ ഹാവ് ജസ്റ്റ് സൈൻഡ് മാത്യൂസ് കുന്യ for 62 million pounds. So that's a good move.
മാൻച്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് അവർ ഈ സീസണിൽ ആ ടീമിനെ ക്യാരി ചെയ്ത് മാനേജ്മെന്റ് ക്യാരി ചെയ്ത് വളരെ മോശമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മിഡ് സീസണിൽ വെച്ച് ടാനാഗിനെ സാക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സിസ്റ്റം കളിക്കുന്ന അമോറിമിനെ കൊണ്ടിട്ട് ഒരു ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ ചെയ്യണമായിരുന്നു, സീസണിന്റെ സ്റ്റാർട്ടിങ്ങിലേ ചെയ്യണമായിരുന്നു. ഇത് അവന് വേണ്ട പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് 500-600 മില്യൺ ട്രാൻസ്ഫേഴ്സ് നടത്തി ഒരു ടീം സെറ്റ് ചെയ്തിട്ട് അത് വർക്കാവാതെ നടുക്കിൽ നിന്ന് കളഞ്ഞ് വളരെ മോശം ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഫൈനാൻഷ്യൽ തീരുമാനമാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവർ ഭയങ്കര ഫൈനാൻഷ്യൽ സ്ട്രെയിനിലൂടെയാണ്. അവർക്ക് എല്ലാ കട്ട് ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് ആകെ ഓണേഴ്സിന്റെ ഇന്റർവ്യൂ ഒക്കെ ആകെ നാണം കെട്ടിക്കണ് ആ ക്ലബ്ബ് പൊതുവെ. സോ ഈ സീസണിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പോരാത്തതിന് ഈ അബോറിം എന്ന് പറയുന്ന മാനേജർക്ക് നന്നായിട്ട് സ്പോർട്ടിങ് എന്നുള്ളതിന്റെ പുറത്തേക്ക് വന്നിട്ട് ഈ ഒരു ഇംഗ്ലീഷ് ഫുട്ബോളിൽ അഡാപ്റ്റ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത്രയും കളികൾ കണ്ടിട്ട്, ഇത്രയും മോശം പെർഫോമൻസ് കണ്ടിട്ട്, ലൈക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പെപ് ഗാർഡിയോള എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സ്പാനിഷിൽ കളിച്ച രീതിയുണ്ട്, അതിലൊരു ഫിലോസഫി ഉണ്ട്. ഈ ഇംഗ്ലീഷിൽ വന്നപ്പോൾ ഒരു പ്രത്യേക ഫിലോസഫി ഉണ്ട്. അതൊക്കെ പക്ഷേ ആ ഫിലോസഫിക്ക് അനുസരിച്ച് പുള്ളി ടീമിനെ അഡാപ്റ്റ് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അപ്രോച്ച് അമോറിമിന്റെ കയ്യിൽ നിന്ന് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്താ തോന്നുന്നത്? ലൈക്ക് ഞാൻ ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്തതാ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ അയാൾ ഇപ്പോഴും 3 at the back എന്നുള്ള ഒരു ഫോർമേഷൻ അല്ല, ഫോർമേഷൻ എന്ത് വേണേലും ആവാം, ഒരു ഫിലോസഫി ഉണ്ട്. ലൈക്ക് ഇപ്പോ അർനെ സ്ലോട്ടിന് ഒരു ബാലൻസ്ഡ് പൊസിഷൻ എന്നുള്ള രീതിക്കാണ് കളിക്കുക. ഈ പെപ് ഗാർഡിയോള ഫുള്ള് പൊസഷനേ വേണം എന്നുള്ള രീതിക്ക് കളിക്കുക, ബോളില്ലാതെ ഒന്നുമില്ല എന്നുള്ള രീതിക്കാണ് പെപ് ഗാർഡിയോളയുടെ ഒരു ഫിലോസഫി. ഇനിയിപ്പോൾ വേറൊരു ആളെടുത്തു കഴിഞ്ഞപ്പോൾ അറ്റ്ലാന്റയുടെ മാനേജർ ഗ്യാസ്പിരിനി, പുള്ളി കളിക്കാന്ന് വെച്ചാൽ ഒരാൾക്ക് ശ്വാസം വിടാൻ കൊടുക്കാത്തത് മാൻ ടു മാൻ മാർക്കിംഗ്, അങ്ങനത്തെ ഒരു കളി. പിന്നെ ഇപ്പോൾ മൊറീനിയോ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻഡ് ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്ക്, അതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല്. പക്ഷെ അതില് പറഞ്ഞ മനസ്സിലായോ? ഇതിനൊക്കെ ഈ ഫിലോസഫി ഉണ്ടാവണം. ഫോർമേഷൻ എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ, അതിനനുസരിച്ച് ഫോർമേഷൻ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലുള്ള ടീം ഇപ്പൊ ഈ പ്രീമിയർ ലീഗിൽ അങ്ങനെ 3 at the back സിസ്റ്റം കളിക്കുന്ന ടീമുകളില്ല, കുറവാ. പൊതുവെ 3 at the back സിസ്റ്റം കളിക്കുന്ന ടീമല്ല. ഈ മാഞ്ചസ്റ്റർ തന്നെ 3 at the back ഒന്നും കളിക്കാത്തൊരു ടീമാണ്. അവിടെ വന്നിട്ട് പെട്ടെന്ന് 3 at the back കളിച്ചിട്ട് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സിസ്റ്റം കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനീഷ്യലി. സോ ഇപ്പൊ ലിവർപൂളിന്റെ സീസൺ നോക്കി കഴിഞ്ഞാൽ ക്ലോപ്പിന്റെ ലിവർപൂൾ സിസ്റ്റവും ആർനെ സ്ലോട്ടിന്റെ ലിവർപൂൾ സിസ്റ്റവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മൈനർ ട്വീക്സ് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ആ ബോൾ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എപ്പോൾ ഇന്റൻസിറ്റി കൂട്ടണം, എപ്പോൾ ഇന്റൻസിറ്റി കുറക്കണം, ഇത് മാത്രമേ ഉള്ളൂ ചേഞ്ച്. ചെറിയ പേഴ്സണൽ ചേഞ്ചസ് ഉണ്ട് മനസ്സിലായില്ലേ? അതാണ് ഒരു നല്ല മാനേജറിന്റെ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റബിൾ ആവാനുള്ള കഴിവ്. മനസ്സിലായി? സോ ആ ഒരു പോയിന്റ് അമോറിമിന്റെ കാര്യത്തിൽ ലാക്ക് ചെയ്തോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഡൗട്ടല്ല, ഉള്ളത് തന്നെ. നീ പറഞ്ഞ പോലെ, ഗുലാം പറഞ്ഞ കണക്ക്. അല്ല, ഞാൻ ഐ തിങ്ക് നമ്മൾ അമോറിം സൈൻ ചെയ്യുന്ന ടൈമേ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തൊരു കാര്യമാണ് ദാറ്റ് ഷോർട്ട് ആൻഡ് മീഡിയം ടേം ഹീൽ ഡെഫിനറ്റ്ലി ഫെയിൽ ബിക്കോസ് ഹി ഫീൽസ് ലൈക്ക് അനദർ ടെൻ ഹാഗ്. ആൻഡ് നീ പറഞ്ഞോണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നു ദാറ്റ് ഹാപ്പൻ. കാരണം അത് ഒബ്വിയസ് ആയിരുന്നു അന്ന്, ആർക്കാലോചിച്ചാലും അറിയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇറ്റ്സ് ബൗണ്ട് ടു ഹാപ്പൻ. കാരണം നീ പറഞ്ഞ പോലെ ഹി ഹാസ് എൻ ഐഡിയ ആൻഡ് ഹി ഹാസ് എ certain way of playing. അത് വർക്ക് ആവണമെങ്കിൽ അതിന് പറ്റിയ പ്ലേയേഴ്സ് വേണം. ഇപ്പോഴാണ് മെല്ലെ മെല്ലെ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവർക്ക് നല്ലൊരു അടിപൊളി ലെഫ്റ്റ് വിങ് ബാക്ക് ഉണ്ട്, ഡോർഗു ഈസ് എ വെരി ഗുഡ് പ്ലെയർ. ഞാൻ കളി കാണുമ്പോഴൊക്കെ എന്നെ ഒരുപാട് ഇംപ്രസ് ചെയ്ത പ്ലെയർ ആണ് ആ ടീമിൽ. ബ്രൂണോ ഈസ് പ്ലേയിങ് ഇൻ ഹിസ് ഫേവേർഡ് പൊസിഷൻ. ബ്രൂണോ ഔട്ട് പെർഫോം, ലൈക്ക് ഇഫ് യു കൺസിഡർ ലൈക്ക് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയർ ഇൻ പ്രീമിയർ ലീഗ്, വൺ ഓഫ് ദം ഇസ് ഡെഫിനറ്റ്ലി ബ്രൂണോ. കാരണം ആ ഒരു ടീം ഇത്രയും മോശമായി കളിക്കുന്ന ഒരു സ്ഥിതിയിലും ഹീ സ്റ്റിൽ പെർഫോംസ്, ഹീ സ്റ്റിൽ അഡാപ്റ്റ്സ്, ഹീ സ്റ്റിൽ മേക്സ് ദാറ്റ് മൂവ്. ലൈക്ക് അത് ഇന്നലത്തെ കളി ഐ തിങ്ക് അസിസ്റ്റ് ചെയ്തു, ഹീ ക്രിയേറ്റഡ് ദ മോസ്റ്റ് ചാൻസസ്. സോ ബ്രൂണോന് ഫേവറബിൾ ആയ പൊസിഷനാണ് ബ്രൂണോ കളിക്കുന്നത്. അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ പ്ലേയേഴ്സും, മസ്റോവി റൈറ്റ് സെന്റർ ബാക്ക് ആണ്, ബട്ട് ദെൻ
Sometimes he plays right wing back, but Ahmad വന്ന ശേഷം Ahmad Ahmad is the വന്നല്ലേ? right wing back and he's shining in that position. So ആ ഒരു ടൈം എടുക്കും and they don't have a Amorim system demands a killer finisher, killer instinct ഉള്ള ഒരു നമ്പർ 9 ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫോർമേഷൻ ആണ് ആൻഡ് അത് അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. ഐ തിങ്ക് അതൊന്ന് അവർ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഡു ബെറ്റർ. കാരണം ഹോയ്ലൻഡ് ഡസൻ സീം ടു ഇംപ്രൂവ്. Xerxes is not number 10. അല്ല സോറി, കുഞ്ഞ നമ്പർ 9. വന്നിട്ടുണ്ടല്ലോ. കുഞ്ഞ He's a കുഞ്ഞാസ് number നോട്ട് നമ്പർ 10. അവന് സ്ട്രൈക്കർ അല്ലല്ലോ, അവൻ ക്രിയേറ്റീവ് അല്ലേ. ബട്ട് ഹി ക്യാൻ പ്ലേ റൈറ്റ്. എനിക്ക് തോന്നുന്നത് അവരുടെ ഫോർമേഷനിൽ Adapt ചെയ്യാൻ ബേസിക്കലി രണ്ട് ഇതാണല്ലോ, രണ്ട് ക്രിയേറ്റീവ് പ്ലേയേഴ്സ് ഉള്ള ഫോർമേഷൻ ആണല്ലോ. സോ ഒന്ന് കൂഞ്ഞ, ഒരു സൈഡ് കൂഞ്ഞ വിച്ച് ഇസ് ലെഫ്റ്റ് അവന് പ്രിഫർ ചെയ്യുന്നത്, ആൻഡ് ദെൻ മേ ബി ബ്രൂണോ ഓൺ ദ റൈറ്റ്, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ബ്രൂണോ ഡീപ്പർ ആയിരിക്കും, മേസൺ മൗണ്ട് ഓൺ റൈറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്ലാൻ. ബട്ട് ഇവരാരും സ്ട്രൈക്കർ അല്ലല്ലോ, മനസ്സിലായോ? സോ ഐ തിങ്ക് ദേ ആർ ലുക്കിംഗ് ഫോർ എ സ്ട്രൈക്കർ. ബെഞ്ചമിൻ സെസ്കോ, ഗ്യോക്കറസ് ഇവരെയൊക്കെ നോക്കുന്നുണ്ടെന്ന് കേട്ടു. ആൻഡ് ഓൾസോ ഓസിമൻ ഈസ് ഓൾസോ എ ടോപ്പ് ടാർഗറ്റ്. ബട്ട് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ റൂബൻ അമോറിമിന് കൊടുത്തിട്ടുള്ള വെറും 100 മില്യന്റെ താഴെ മാത്രമാണ് ബഡ്ജറ്റ്. അതിൽ 65 മില്യൺ ഇപ്പൊ തന്നെ കുഞ്ഞൊക്കെ പോയില്ലേ? അതിൽ കുഞ്ഞൊക്കെ തന്നെ പോയി. 45 മില്യൺ. അപ്പൊ വിക്കോടാ ഗർനാച്ചോനെ ഇനി വിൽക്കണം. കുറെ സാലറി ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ലിൻഡിലോഫ് അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ 2-3 പ്ലേയേഴ്സ് പോകുന്നുണ്ട്. അപ്പൊ സാലറി വേജസ് കുറയും. അല്ല ആന്റണീന്റെ ഇപ്പൊ എന്താണ് സീൻ? എറിക്സൺ. ആന്റണി ലോൺ അല്ലേ, അല്ലെങ്കിൽ ആന്റണി ലോണിലാണ്. കംപ്ലീറ്റ് മൂവ് ആണോ? ആന്റണീനെ വിൽക്കാനാണ് പ്ലാൻ എന്നാ കേട്ടത്. കാരണം ഐ ഡോണ്ട് തിങ്ക് ആന്റണി വാണ്ട്സ് ടു കം ബാക്ക് ആൻഡ് യുണൈറ്റഡിനും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ദേ വിൽ ഫ്രീ അപ്പ് മോർ മണി ടു ഗെറ്റ് എ ടോപ്പ് റാഷ്ഫോർഡിന്റെ സ്ട്രൈക്കർ. മൂവും പെർമനന്റ് ആവാൻ ചാൻസ് ഉണ്ട്. റാഷ്ഫോർഡ് അഗൈൻ ഡിപ്പെൻഡ്സ് ഓൺ ആസ്റ്റൺ വില്ല, അവരെന്ത് തീരുമാനിക്കുന്നു. ഇൻജേർഡ് അല്ലേ? ഇൻജേർഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് അല്ല, വാട്ട് ഡു യു തിങ്ക് ചോദ്യങ്ങളിലേക്ക് അബൌട്ട് ദ മൂവ് ഓഫ് ഇത് ടെൻ ഹാഗ് ബിക്കമിങ് ബയർ ലെവർകൂസൻ കോച്ച്? എടാ മാൻ യുണൈറ്റഡ് അല്ലാതെ എന്ത് തൊട്ടാലും നന്നാവും, ധൈര്യമായിട്ടിരി. It will be hard to replicate. നല്ലൊരു ചാലഞ്ച് തന്നെയാണ്. ടെൻഹാഗും എടാ ഇപ്പൊ ചാലഞ്ചിന്റെ അങ്ങേയറ്റം കിട്ടിയിട്ടുണ്ട് അയാൾക്ക്. ചാലഞ്ചിന്റെ അങ്ങേയറ്റം കിട്ടിയിട്ടുണ്ട് അയാൾക്ക്. ഇതൊന്നും ഒരു ചാലഞ്ച് അല്ല മോനെ. ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നവനാണ്. അല്ല, ടെൻഹാഗ് ഇപ്പൊ മോശം മാനേജർ ആയിട്ടല്ലല്ലോ, അയാള് നല്ല മാനേജർ തന്നെയാണ്, അത് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് മാൻ യുണൈറ്റഡിനെ കൊണ്ടുവരാനുള്ള മാത്രം കാലിബർ ഉള്ള മാനേജർ അല്ല എന്നേ ഉള്ളൂ. അതിപ്പോ അമോറിമോ അങ്ങനെ തന്നെയാണ്. ബട്ട് ലെറ്റ്സ് സീ, മേ ബി ഹിൽ റീബിൽഡ്. അന്ന് നീ അമോറിമിനെ പറ്റി പറഞ്ഞതിന് നല്ല ഹേറ്റ് കിട്ടിയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അല്ലേ? യുണൈറ്റഡ് ഫാൻസ് അങ്ങനെയാണ്, അവര് കുറച്ച് ഡിലൂഷനാണ് ഇപ്പോഴും. അവർക്ക് ആ ഇതിന്ന് താഴെ വരാൻ പറ്റുന്നില്ല ഇപ്പോഴും. അവർ ആ പഴയ ഇതിലാ, അത് മാറണം. അത് ആ റിയലൈസേഷൻ ഹിറ്റ് ചെയ്യുന്നവരെ അവർ ഇങ്ങനെ തന്നെ ഇരിക്കും. എനിവേസ്, ഈ സീസണിലെ ബെസ്റ്റ് ടീം ആരാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഓവറോൾ ആണ് ഓഫ് കോഴ്സ് ഇൻ പ്രീമിയർ ലീഗ് അല്ലേ? പ്രീമിയർ ലീഗ്. എല്ലാം കൂടി ചെയ്യാൻ പറ്റൂല, പ്രീമിയർ ലീഗ് മാത്രമേ ചെയ്യൂ. ഇല്ലടാ, ഞാൻ പറയില്ലടാ. അല്ല, ലിവർപൂൾ ഒബ്വിയസ് ആൻസർ ആയിരിക്കും എല്ലാവരുടെയും. ലിവർപൂൾ മാറ്റി വെച്ചിട്ട് പറയാം, അതല്ലേ ഒരു ഇത്. ലിവർപൂൾ മാറ്റി വെക്കാം. ലിവർപൂൾ മാറ്റി വെക്കുകയാണെങ്കിൽ ആൻസർ തന്നെ ആയിരിക്കും. ഐ തിങ്ക് നോട്ടിംഗം വാസ് ഗുഡ്. നോട്ടിംഗം ലാസ്റ്റിൽ കുറച്ച് അവരെ ഒന്ന് മൂഞ്ചിപ്പോയി, ബട്ട് അല്ലെങ്കിൽ നന്നായി കളിച്ചിരുന്നു. ഫസ്റ്റ് സീസണിലൊക്കെ ടോപ്പ് 4 തന്നെ ഉണ്ടായിരുന്നു, ടോപ്പ് 2 വന്നായിരുന്നു ഇവൻ ഒരു ടൈം. ഐ തിങ്ക് നോട്ടിംഗം ന്യൂകാസിൽ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ച് പെർഫോം ചെയ്തുള്ളൂ ഈ സീസൺ. പിന്നെ ഏതാ ടീമുള്ളേ? ആർസണൽ പിന്നെ ആസ് ഓൾവേസ് അങ്ങനെ തന്നെയാണല്ലോ. എക്സ്പെക്ടേഷനിൽ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ മെയിൻറ്റെയിൻ ആയി പോകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ നോട്ടിംഗം. ഗുലാനോ, നിനക്കോ? എനിക്ക് ഒന്ന് നോട്ടിംഗം. പക്ഷെ നോട്ടിംഗം മാറ്റി വെച്ചാൽ എനിക്ക് ആക്ച്വലി അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയ ടീം എന്ന് പറയാൻ പറ്റില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് മാനേജർ വൈസ്
എന്നെ ഇംപ്രസ് ചെയ്ത ഒരു മാനേജർ ഡേവിഡ് മോയ്സ് ഗ്ലാസ്നർ ഇൻ ആയിരിക്കും. എവർട്ടൺ. മോയ്സ് അത് കളിച്ചു നല്ലൊരു പിക്ക്. എസ്പെഷ്യലി കാരണം മോയ്സ് വന്ന ശേഷമല്ലേ അവനെ അടക്കിയിട്ട് കാര്യമുള്ളൂ. അതിന് മുമ്പ് എവർട്ടൺ ഉള്ളത് നമ്മൾ കണക്കാക്കിയിട്ട് കാര്യമില്ലല്ലോ. മോയ്സ് വന്ന ശേഷമുള്ള എവർട്ടൺ മാൻ ലൈക്ക് ആ ടീമിന്റെ ലിമിറ്റേഷൻസും അതിന്റെ സ്ട്രെങ്ത്തും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ മാക്സിമം അങ്ങേര് ചെയ്തിട്ടുണ്ട്. ആൻഡ് വലിയ വലിയ ടീംസിനെതിരെ വരെ ഡ്രോ അല്ലെങ്കിൽ ചിലപ്പോ ഒക്കെ വിന്ന്, യുനോ ദാറ്റ് സോ ഇംപ്രസീവ്. കാരണം അങ്ങനെ ഒരു ടീം വെച്ച് അങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി എ ബിഗ് ടാസ്ക്. എസ്പെഷ്യലി ഷോൺ ഡൈഷിന്റെ സാക്കിങ്ങിന് ശേഷം കുറേ ഒരു അൺസ്റ്റേബിൾ ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു മൊത്തത്തിൽ എവർട്ടൺ. അപ്പോൾ അതെനിക്ക് ഒരുപാട്. ആൻഡ് ഒബ്വിയസ്ലി ഗ്ലാസ്നർ, ബിക്കോസ് ക്രിസ്റ്റൽ പാലസ് ആദ്യത്തെ ടൈറ്റിൽ അവരല്ലേ ഇംഗ്ലണ്ടിൽ തന്നെ ഓൾഡസ്റ്റ് ക്ലബ് അല്ലേ അവര്? ആണ്, എനിക്കറിയാൻ പാടില്ല. they are the oldest club in ക്രിസ്റ്റൽ England. പാലസ് ആയിരുന്നു ആക്ച്വലി. നോട്ട് ബിക്കോസ് ഹൗ ദേ ഫിനിഷ്ഡ് ഇൻ ദ ടേബിളിൽ അവർക്ക് അവിടെ ഇവിടെയൊക്കെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു ലെവലിൽ പറയുന്നത് നീ പറഞ്ഞ പോലെ നോട്ടിംഗം ആണ് ആദ്യത്തെ കുറേ പീരീഡ് എൻ്റെ പ്രതീക്ഷകളെ കടന്നു വെച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചത്. കാരണം എനിക്കറിയായിരുന്നു ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർക്ക് ഈ എൻഡിനോട് അടുക്കുമ്പോൾ അവർക്ക് ഇഷ്യൂസ് ഉണ്ടാവും. ഈ മൊറിലയുടെ ഒക്കെ ഇഞ്ചുറി വന്നുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടാവും എന്ന് എനിക്ക് അറിയായിരുന്നു അവസാനം എന്നുമ്പോഴത്തേക്കും. പക്ഷെ അതുവരെ അവന്മാർ നല്ല കളി കളിച്ചു. അതുപോലെ ക്രിസ്റ്റൽ പാലസോണ് ഈ രണ്ട് ടീമാണ് എന്നെ കൂടുതൽ ഇംപ്രസ് ചെയ്ത ടീംസ്. ഇതിൽ ഏറ്റവും മോശം രീതിക്ക് ആയത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ പ്രതീക്ഷയിൽ താഴത്തേക്ക് പോയത് എനിക്ക് ബ്രെൻഫോർഡ് താഴത്തേക്ക് പോയ പോലെ തോന്നി. അതുപോലെ തന്നെ വെസ്റ്റ് ഹാം ഞാൻ പ്രതീക്ഷയിൽ താഴത്തേക്ക് പോയ പോലെ തോന്നി. യുണൈറ്റഡ് ഇല്ലേ? പിന്നെ യുണൈറ്റഡ് എടാ ഞാനത് കൂട്ടുന്നില്ല, അത് വിട്ടു. അവരൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ലിവർപൂൾ മാറ്റി വെച്ചിട്ടാ. ഓൾസോ ഫൈനലില് ലാസ്റ്റ് ടൈമില് മാൻസിറ്റി കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തായിരുന്നു. ആക്ച്വലി ചെൽസിയും കുറച്ച് തന്നെ ഡിസപ്പോയിന്റ് ചെയ്തു. ഡിസംബർ വരെ എന്ത് കളിയായിരുന്നു, അതിനുശേഷം പിന്നെ എടാ നീ കഷ്ടപ്പെട്ടായിരുന്നു. ചെൽസിക്ക് ഒരു പ്രശ്നമുണ്ട്. ചെൽസിയുടെ എല്ലാതും ഡിപ്പെൻഡ് ചെയ്യുന്നത് കോൾ പാമറിന്റെ പെർഫോമൻസിലാണ്. അന്ന് മുതലേ അങ്ങനെയാണ്. അതെ, കോൾപാമർ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണമെന്ന്. അതാണ് ഒരു പ്രശ്നം ചെൽസിയുടെ. അത് മാത്രല്ലടാ, അവർക്കൊരു അണ്ടർ റേറ്റഡ് പ്ലെയർ ഉണ്ട്. അവരുടെ സിസ്റ്റത്തിൽ എല്ലാവരും നന്നായി കളിക്കുന്ന ലാവിയ കളിക്കുമ്പോഴാണ്. റോമിയോ ലാവിയ കളിക്കാത്ത ഗെയിംസിൽ അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് കവർ ചെയ്യാൻ വേണ്ടി കൈസെഡോം ഇവരൊക്കെ പൊസിഷൻ മാറ്റും. സോ ദെൻ വാട്ട് ഹാപ്പൻസ്, എൻസോ പ്ലേസ് ഡീപ്പർ, പാമർ ഗോസ് ടു ദ റൈറ്റ്, അങ്ങനെ കുറേ ചേഞ്ച് വരും. അപ്പം അങ്ങനെ ചേഞ്ച് വരുമ്പോൾ ഇവരാരും അവരുടെ ബെസ്റ്റ് പൊസിഷനിലല്ല കളിക്കുന്നത്. അതുകൊണ്ടാണ് ചെൽസിക്ക് മോശമായിട്ട് കളിക്കാൻ ലൈക്ക് ഇപ്പോൾ റോമിയോ ലാവിയ തിരിച്ചു വന്നു. അതുകൊണ്ട് അവർക്ക് ഡിഫെൻസീവ്ലി കുറച്ചും കൂടെ സോളിഡ് ആവാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദാറ്റ് ജനറലി ഗിവ്സ് മോർ ഫ്രീഡം ടു ദ അറ്റാക്കിംഗ് പ്ലേസ്. ബട്ട് ദെൻ ജാക്സൺ അപ്പോഴേക്കും ഇഞ്ചുറി ആയി. ജാക്സൺ വന്നു, ഇഞ്ചുറി കഴിഞ്ഞ് വന്നു, പിന്നെ റെഡ് കാർഡ് മേടിച്ചു പോയി, പിന്നെ അതാ പിന്നെ ഇഞ്ചുറി ആയി. അപ്പോൾ അതൊക്കെ ചെറിയ ഫാക്ടേഴ്സ് തന്നെയാണ്. ബട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട് എ മിഡ്ഫീൽഡർ ഹൂ സ്കോർഡ് 20+ goals and assists. He still had a good season. Not up to his standards, but it's incredible season for a Premier League midfielder. So കോൾ പാമറിനെ അങ്ങനെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. അവൻ്റെ ബെസ്റ്റ് പൊസിഷനിൽ അവന് കളിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഫോമും പോയി. ഹി ഹാഡ് എ വെരി ഡ്രൈ സ്പെൽ. സോ ഐ തിങ്ക് ദേ വിൽ കം ബാക്ക് സ്ട്രോങ്ങർ കൺസിഡറിങ് ഇഞ്ചുറീസ് ഇല്ല എന്ന് വെക്കുകയാണ്. കാരണം കൈസെഡോ ആണ് അവരുടെ ഏറ്റവും കൺസിസ്റ്റന്റ് പ്ലെയർ. ആൻഡ് ഐ തിങ്ക് കൈസെഡോന് തന്നെയാണെന്ന് തോന്നുന്നു അവരുടെ പ്ലെയർ ഓഫ് ദ സീസണും കൊടുത്തത്, വിച്ച് ഈസ് വെൽ ഡിസേർവ്ഡ് ഫോർ ഹിം. ബട്ട് ലെറ്റ്സ് സീ. ഇനിയിപ്പോൾ കുറേ പ്ലേയേഴ്സ് വരുന്നുണ്ടല്ലോ. എസ്തേവ വാസ് കമ്മിങ്. സോ ഐ എം എക്സൈറ്റഡ് എങ്ങനെയായിരിക്കും ചെക്കൻ്റെ കളി എന്ന് കാണാൻ. ഇനി വേറെ ചോദിക്കാം, ഈ സീസണിലെ ബെസ്റ്റ് പ്ലെയർ ആരായിരുന്നു? അത് ഒരു ചോദ്യമാണോ? ലാമിൻ യമാൽ. ഓക്കെ, ഓ അങ്ങനെ എല്ലാ ലീഗിലും കൂട്ടിക്കോ. എന്നാ പ്രീമിയർ ലീഗ് വേണ്ട. ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയതായിരുന്നു? ഉസ്മാൻ ഡെംബലെ. നീ സീരിയസ് ആയിട്ടാണോ അതോ? അല്ല, ലാമിൻ യമാൽ. എനിക്ക് ആ ലാമിനായിരിക്കും. കാരണം ഹി റിയലി ക്രിയേറ്റഡ് ദ ഡിഫറൻസ്.
in every match. അത് മാത്രല്ല ആ പ്രായത്തിന്റെ അതുകൊണ്ടാണ് ലൈക്ക് 17 വയസ്സുള്ള ഒരു പയ്യൻ ഡോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാ അത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. സോ ഒബ്വിയസ്ലി ഹീസ് ദ ബെസ്റ്റ് ഫോർ മീ. പിന്നെ വേറൊരു പ്ലെയർ ഉണ്ട്, ഞാൻ പിന്നെ പേര് പറയുന്നില്ല, എല്ലാരും വിറക്കും. ആന്റണി. ആരാണത്? ലാമിൻ യമാലിന് ഫസ്റ്റ് പ്ലേസ് ആണെങ്കിൽ ആന്റണിക്ക് 0 പ്ലേസ്. ആന്റണി മഗ്വയറും അവർ രണ്ടുപേരിലാണ് ഡിബേറ്റ്. ഇനി നമുക്ക് വേറൊരു സംഭവം സെറ്റ് ചെയ്താലോ? നമ്മൾ 3 പേരും ഈ സീസണിലെ ബെസ്റ്റ് 11 ചെയ്യാൻ പോവാ. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ തുടങ്ങാം. അത് പിന്നെ മൊത്തം ലിവർപൂൾ ആയിരിക്കുമല്ലോ. നീ വെയിറ്റ് ചെയ്യടാ. പക്ഷെ നീ എനിക്ക് സമാധാനത്താ, ഞാൻ തുടങ്ങട്ടെ. അയ്യോ ഇതെനിക്ക് എവിടെ കുറച്ച് ആലോചിക്കണം. എൻ്റെ ഗോൾ കീപ്പർ ഡാവിഡ് റേ ആയിരിക്കും. ഓക്കെ, പേപ്പറൊക്കെ ഉണ്ട്. എനിക്ക് 2 ഓപ്ഷൻ അല്ല, ഞാൻ വെറുതെ നോട്ട്സ് ചെയ്തുകൊണ്ടിരിക്കാൻ. ഡാവിഡ് റേയും സെൽസും രണ്ടുപേർക്കും ഒബ്വിയസ്ലി മറ്റേ ഗ്ലൗ കിട്ടിയത് ആൾക്കാരാണ്. പക്ഷെ ഇവർ എന്റെ മനസ്സിൽ ആദ്യം വന്നത് സെൽസ് ആണ്. ഈ ബെസ്റ്റ് അല്ല ബെസ്റ്റ് പ്രീമിയർ ലീഗ് ബെസ്റ്റ്. അതെ, അതാണ് ഞാൻ ചോദിക്കുമ്പോൾ. ഞാൻ വിചാരിച്ചിട്ടോ, ഞാൻ എങ്ങനെ ആലോചിക്കുമായിരുന്നു. അല്ല കാരണം ഓവറോൾ ആണെങ്കിൽ ഡാവിഡ് റൈ ഒബ്വിയസ്ലി വരില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഡാവിഡ് റയ എൻ്റെ ഗോൾ കീപ്പിംഗ് ആയിരിക്കും. സെൻട്രൽ മിലൻകോവിച്ച് ഫ്രം മോനെ. എന്താ മിലങ്കോവിച്ച് എനിക്ക് എത്ര FPL പോയിന്റ്സ് വന്നിട്ടുള്ളൂ നടന്നു ഗുലാനോട് ചോദിച്ചാൽ മതി. മിലൻകോവിച്ച് ആൻഡ് വിർജിൽ വാൻ ഡൈക്ക് ഇൻ ദ സെന്റർ. എന്താടാ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇനി ലെഫ്റ്റ് ബാക്ക് ആരെന്ന് പറഞ്ഞില്ല. ലെഫ്റ്റ് ബാക്കിന്റെ എനിക്ക് തോന്നുന്നു കർക്കസിന് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കർക്കസ് ഉണ്ട്. ഇനി റൈറ്റ് ബാക്ക് സിറ്റുവേഷനിലാണ് എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്. എനിക്ക് എൻ്റെ മുത്തുമണിയിലേക്ക് പോണോ അതോ ഒല ഐനനെ പിടിക്കണോ എന്നുള്ളൊരു ഡിലമയിലാണ് ഞാൻ. പക്ഷെ ഒല ഐന വേണ്ട, നമുക്ക് ട്രെൻഡ് തന്നെ മതി. ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് റൈറ്റ് ബാക്ക് കളിക്കും. മിഡ്ഫീൽഡ് ഡിഫൻസ് ഒബ്വിയസ്ലി ഗ്രാവൻബർഗ്. 2 അറ്റാക്കിംഗ് മൈൻഡഡ് പ്ലേയേഴ്സ് വിത്ത് കുനിയ ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസ്. അത് ഇത്തിരി സർപ്രൈസിങ് ആയിരുന്നു നീ ബ്രൂണോ പറയുന്നത്. ഫോർവേഡില് സ്ട്രൈക്കിങ്ങിൽ ഇസാക്ക്, റൈറ്റ് സൈഡിൽ സാല. ലെഫ്റ്റ് സൈഡിലാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ലെഫ്റ്റ് സൈഡിൽ ആരെ കളിപ്പിക്കും? 4-3-3. ലെഫ്റ്റ് സൈഡില് എനിക്ക് കളിപ്പിക്കാൻ വേറെ ആളെ തോന്നുന്നില്ല. കാരണം ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് പ്ലെയർ ഒന്നും ഉണ്ടായിട്ടില്ല. മിറ്റോമേനൊക്കെ കളിപ്പിക്കാൻ വേണം. ഈ സാക്കയൊക്കെ പക്ഷെ കുറെ ഇഞ്ചുറി ആയി പോയി. ഞാൻ എംബോമോനെ ലെഫ്റ്റ് സൈഡിൽ കളിപ്പിക്കാൻ പോവാ. എംബോമോനെ ലെഫ്റ്റിലോ? പോലെ ടോപ്പ് ജി സാധനങ്ങളാണല്ലോ. അപ്പൊ എന്റെ ടീം കണ്ടോളൂ. ഫോർവേഡ് എംബൂമോ, ഇസാക്ക് ആൻഡ് മോ സാല. മിഡ്ഫീൽഡിൽ ബ്രൂണോ ഫെർണാണ്ടസ്, മാത്യാസ് കുനിയ ആൻഡ് ഗ്രാവൻബർഗ്. റൈറ്റ് ബാക്ക് ആയിട്ട് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്. സെന്ററിൽ വിർജിൽ വാൻ ഡൈക്ക് ആൻഡ് മിലൻകോവിച്ച്. ലെഫ്റ്റ് ബാക്കിൽ കർക്കസ്. ഗോളി ഡാവിഡ് റയ. ഇങ്ങനെയുണ്ട് എൻ്റെ ടീം. കളിക്കുകയാണെങ്കിൽ ഡിഫൻസ് ഒന്നുമില്ല, അറ്റാക്ക് ഓൺലി. ഡിഫൻസ് ഇല്ല. ടോപ്പ് ജി ടീം. എന്റെ അമ്മേ, നീ ബ്രൂണോനെ ഇട്ടത് എനിക്ക് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ബാക്കിയൊന്നും എനിക്ക് പിന്നെ ഓക്കെ. എനിക്ക് അവിടെ വേറെ എനിക്ക് ബ്രൂണോ ഗൊമൈറസ് ഒക്കെ ഉണ്ടായിരുന്നു ഓപ്ഷൻസ്. പക്ഷേ ഫോർ വാട്ട് ഹി ഡിഡ് വിത്ത് ദാറ്റ് ടീം ഐ തിങ്ക് ഹി ഡിസേർവ്സ് സം റെസ്പെക്ട്. എനിക്ക് അത്ര ഇഷ്ടമുള്ള പ്ലെയർ ഒന്നല്ല, ബട്ട് യാ. നീ പറഞ്ഞോടാ, അടുത്തത് ഞാൻ പറയാം. എടാ ഞാൻ കുറച്ച് ആലോചിക്കണം. എനിക്ക് ഇവൻ പറഞ്ഞ ശേഷം ഫുൾ കൺഫ്യൂഷൻ ആയി. ഞാൻ പെന്നും പേപ്പറൊന്നും ഇല്ല, ഫോർമേഷനിന്റെ വരുന്നില്ല മനസ്സിൽ. തുറക്കട്ടെ. നിന്റെ ഫൈനൽ FPL ടീം പറടാ. അതും
മോനെ ഫൈനൽ ഡേ FPL ടീമിൽ എന്റെ ബെഞ്ചിൽ 25 പോയിന്റ് ഉണ്ടായിരുന്നു. ഗുലാനെ, പക്ഷെ പറടാ അതൊക്കെ team. 50-50. ഞാനൊന്ന് ഒരു മിനിറ്റ് ഞാൻ പറയാം. ഗോൾ കീപ്പർ എനിക്കറിയാം. ഗോൾ കീപ്പർ ഫോർ മീ സെൽസ്. സെൽസ് തന്നെയാണ്. എനിക്ക് ഞാൻ ഒരുപാട് ലൈക്ക് ഇവൻ FPL പറഞ്ഞുകൊണ്ട് എനിക്ക് ഓർമ്മ ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്ത ഒരു ഡിസിഷനാണ് സെൽസിനെ കൊണ്ടുവരാൻ. സോ സെൽസ്. ദെൻ സെന്റർ ബാക്സ് ഇവിടെയാണ് ടഫ്. കാരണം എനിക്ക് ലെഫ്റ്റ് സെന്റർ ബാക്കിൽ വാൻഡൈക്കിനെ ഇഷ്ടമാണ്, മൊറിലോനെ ഇഷ്ടമാണ്. പക്ഷെ ആരെ എടുക്കണം എന്നറിയില്ല. ബട്ട് ഐ വുഡ് ഗോ ഫോർ വാൻഡൈക്ക് ബിക്കോസ് ഓഫ് എവറിത്തിങ്. റൈറ്റ് ബാക്ക്, റൈറ്റ് സെന്റർ ബാക്ക്, റൈറ്റ് സെന്റർ ബാക്ക്. റൈറ്റ് സെന്റർ ബാക്ക് ഓഫ് കോഴ്സ് ഹോയ്സനെ എടുക്കാൻ പറ്റില്ല, അവൻ ലെഫ്റ്റ് സെന്റർ ബാക്ക് ആണ്. റൈറ്റ് ഐ തിങ്ക് സലീബ സ്റ്റിൽ ബിക്കോസ് ഓഫ് ദ കൺസിസ്റ്റൻസി ഇൻ പെർഫോമൻസ്. ഈവൻ ദോ ആർസണൽ ജനറലി മോശമാണെങ്കിലും ഡിഫെൻസീവ്ലി they are the best in the league. So സലീബ. റൈറ്റ് ബാക്ക് അർണോൾഡ്, അതിലൊരു സംശയമില്ല. ഐ ഡോണ്ട് തിങ്ക് there is any other player close to him. ലെഫ്റ്റ് ബാക്ക് എനിക്ക് കേർക്കസിനെ ഇഷ്ടമാണ് ആക്ച്വലി. ബട്ട് ദെൻ ദർ ഇസ് ഓൾസോ റോബിൻസൺ ആൻഡ് ദെൻ ദർ ഇസ് ഓൾസോ ഗോർഡിയോൾ. ബട്ട് ഗോർഡിയോൾ സീസൺ മൊത്തം ലെഫ്റ്റ് ബാക്ക് കളിച്ചിട്ടില്ല. സോ എല്ലാ ഫാക്ടറും എടുത്ത് നോക്കുകയാണെങ്കിൽ ഐ വുഡ് സ്റ്റിൽ ഗോ ഫോർ കേർക്കസ്, മിലോസ് കേർക്കസ്. ബിക്കോസ് ഹി ഹാസ് ബീൻ എക്സെപ്ഷണൽ. തുടക്കത്തിലും അവസാനം ഒക്കെ അവൻ അടിപൊളിയായിരുന്നു. മറ്റേതൊക്കെ റോബിൻസണും അടിപൊളിയായിരുന്നു. പക്ഷെ റോബിൻസൺ ഇഞ്ചുറി ആയി, പിന്നെ അവൻ അത്ര ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ടായിരുന്നില്ല. ആൻഡ് സോ അതുകൊണ്ട് മാത്രം കേർക്കസ്. ബട്ട് ഇറ്റ്സ് വെരി ക്ലോസ്. മിഡ്ഫീൽഡ് എനിക്ക് 4-3-3 പറ്റില്ല. കാരണം അതിനൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. കാരണം എന്റെ പ്ലേയേഴ്സ് ഒക്കെ അങ്ങനെയാണ്. ഞാനിതൊന്നും നോക്കിയിട്ടില്ല. എന്റെ ടീം കണ്ടില്ല നീ? ഫുൾ അറ്റാക്ക്, വേറെ ഒന്നുമില്ല. അതാണ് പൊസിഷൻ ഒന്നും അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ 4-4-2 ആണ് ഞാൻ എടുക്കണേ. 4-4-2 സെൻട്രൽ മിഡ്ഫീൽഡ് ഫോർ മീ ഇറ്റ്സ് ഡെക്ലൻ റൈസ് ആൻഡ് ഗ്രാവൻബർഗ്. എനിക്ക് അവിടെ വേറെ ആരെയും ദാറ്റ്സ് ഫിക്സ്ഡ്. അതെനിക്ക് മാറ്റാൻ പറ്റില്ല. ലെഫ്റ്റ് എന്താ മിഡ് 4-4-2 ലെഫ്റ്റ് മിഡ് അല്ലേ? ലെഫ്റ്റ് മിഡ് കുനിയ and right mid is Imbumo. Oh, nice. And right striker is Salah and left striker is Isak. Even though Salah is not striker. അത് മാത്രം ഈ ടീം എന്നെ കുക്ക് ചെയ്യും മോനെ, എന്റെ ടീമിനെ ഡിഫെൻസീവ്ലി. അല്ല, ലെഫ്റ്റ് സ്ട്രൈക്കർ ഇസാക്ക്. ഹാളൻഡ് ഇസ് നോട്ട്, വേണ്ട, ഇസാക്ക് തന്നെയാ മോനെ. സൂപ്പർ ടീമാടാ, അടിപൊളി ബാലൻസ്. നീ പറടാ ടീം. ഇല്ലായില്ലേ? റൈസിനെയും ഗ്രാംബ്രക്കിനെയും കൊണ്ടുവന്ന മൂവ് അത് നന്നായിരുന്നു. എടാ അതാണ് എനിക്ക് 4-3-3 എല്ലാരും കൊള്ളുന്നില്ല. എനിക്ക് ഗ്രാംബർക്കിന്റെ പൊസിഷനിൽ റൈസിനെ കളിപ്പിച്ച കൊള്ളുന്നുണ്ട്. പക്ഷെ ഗ്രാംബർക്ക് ഹാസ് ബീൻ എക്സെപ്ഷണൽ ദിസ് സീസൺ. പോനെ ഗ്രാവൻബർഗ് ഹീസ് ദ യങ് പ്ലെയർ ഓഫ് ദ സീസൺ അല്ലേ? പ്രീമിയർ ലീഗ് യങ് പ്ലെയർ ഓഫ് ദ സീസൺ ഇസ് ഗ്രാവൻബർഗ് ആൻഡ് ഒബ്വിയസ്ലി പ്ലെയർ ഓഫ്. പക്ഷെ എനിക്ക് റൈസിനെ പ്രീമിയർ ലീഗിലെക്കാട്ടി നന്നായി പുള്ളി ചാമ്പ്യൻസ് ലീഗിലെ കളിച്ചതെന്ന് എനിക്ക് ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ റൈസിന്റെ മേൽക്ക് അങ്ങനെ പോവാൻ. നോ മാൻ, രണ്ടിലും അവനാണ് കളിച്ചത്. സത്യം പറഞ്ഞ ആ ടീമിൽ വേറെ ആരും കളിച്ചിട്ടില്ല. ഐ മീൻ ഗബ്രിയേൽ പോകുന്നവരെ ഗബ്രിയേൽ ആയിരുന്നു. ഹി വാസ് റിയലി റിയലി ഗുഡ്. പക്ഷെ ഗബ്രിയേൽ പോയതിനു ശേഷം അവൻ ചെയ്യുന്ന കവറിങ്ങും അവൻ ചെയ്യുന്ന ഡിഫെൻസീവ് വർക്കും എല്ലാം നെക്സ്റ്റ് ലെവലാണ്. ചാമ്പ്യൻസ് ലീഗ് obviously he is more attacking, but ടിൻഡു പറയടാ, come on. എന്റെ ഗോൾ കീപ്പർ സെൽസ് കറക്റ്റാ. ഓക്കെ. സെന്റർ മിഡ് ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് മിലങ്കോവിച്ചും ഡിഫൻസ്, സെന്റർ ഡിഫൻസ് ഒന്ന് മിലങ്കോവിച്ചും പിന്നെ ഒരുത്തൻ ഞാൻ ആലോചിച്ച് വെച്ചത്, അയ്യോ അതാരായിരുന്നു ചേട്ടാ, ഞാൻ മറന്നു. വേണ്ടായിക്കെന്ന് പറ. ഇല്ല വേണ്ടൈക്കല്ലായിരുന്നു. ഗബ്രിയേൽ. ഗബ്രിയേൽ മാർട്ടിനെല്ലി. പിന്നെ റൈറ്റ് ബാക്ക്, എന്റെ റൈറ്റ് ബാക്ക് മുനോസ്. മോനെ എടാ, നിങ്ങൾ രണ്ടുപേരും ഇത് പ്ലാൻ ചെയ്താണോടാ എന്റെ ട്രെൻഡിനെ ഒഴിവാക്കാൻ വേണ്ടി? ട്രെൻഡ് ലിവർപൂൾ വിട്ട് പോയില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്ക് പറ.
പിന്നെ ലെഫ്റ്റ് ബാക്ക് ഞാൻ പറഞ്ഞില്ലേ, കർക്കസ് പറഞ്ഞില്ലല്ലേ, കർക്കസ്. ഞാൻ ഉള്ളപ്പോ പറയണ്ടേ? എന്നാലേ ഇനിയാണ് എഴുതി വെക്കാൻ എന്റെ പറ്റുള്ളൂ. ടീം ഫുൾ മാറിപ്പോവാന്ന്. ഇനിയാണ് എന്റെ ടീം മാറി മറിയാൻ പോന്നെ. ലെഫ്റ്റ് മിഡ് എന്നിട്ട് ആ സെന്റർ മിഡ് വ്യത്യാസമുണ്ട്. പിന്നെ 2 ഗ്രാവൻബർഗ് പ്ലസ് മർഫി. അതെങ്ങനെയുണ്ട്? മർഫി സെന്ററിലോ? മിഡ്ഫീൽഡർ പോലെ അല്ലടാ, പിന്നെ അമാദ് ദിയാലോ. ഈ സൂപ്പർ തന്നെ. അതെങ്ങനെയുണ്ട്? റൈറ്റ് മിഡ് അമാദ് ദിയാലോ. ഏറ്റവും ഫ്രണ്ടില് ഇസാക്കും സലയും. വെറൈറ്റി ടീമല്ലേ? വെറൈറ്റി ആയിട്ടുണ്ട്. മേലാമുണ്ട് ഈ കൂഞ്ഞനെ പിടിച്ച് നടുക്ക് കളിപ്പിക്കാൻ വേണമെങ്കിൽ മർഫീനെ ലെഫ്റ്റ് കളിപ്പിച്ചിട്ട് അതാണ് കുറച്ചുകൂടി പിന്നെ രസമുണ്ട്. വെറൈറ്റി ആയിട്ടില്ലേ? ആകെ 2 പൊസിഷനെ കളിക്കൂ, റൈറ്റ് വിങ്ങും റൈറ്റ് വിങ് ബാക്കും. അവരെ നീ സെൻട്രൽ ഡിഫൻസീവ് മിഡ് ആക്കിയല്ലോ. ഈ ടോപ്പ് ജിയാണ്. ഡിഫൻസീവ് മിഡ് എന്റെ ഗ്രാവൻബർഗ് ഉണ്ടോ? നമ്മുടെ കയ്യിൽ 3 പേരുള്ള പ്ലെയേഴ്സ് ഏതൊക്കെയാണെന്നറിയാവോ? ഒന്ന് ഇസാക്ക്, 2 സാല, 3 കൂഞ്ഞ, പിന്നെ ഗ്രാവൻബർഗ്. മിലങ്കോവിച്ച് ഒന്നും എല്ലാവരും ഇല്ല. ഇല്ല, മിലങ്കോവിച്ച് എല്ലാവരും ഇല്ല. പിന്നെ കർക്കസ്, ഇവര് മാത്രമേ ഉള്ളൂ എല്ലാവരും ഉള്ളത്. മിലോങ്കോവിച്ച് എന്തിനാ? മിലങ്കോവിച്ച് കുലാന്റെ ഇല്ല. ഞാൻ റൈറ്റിൽ പറഞ്ഞ സലീബയാ. ഇനി നമുക്ക് ട്രാൻസ്ഫേഴ്സ് പറയാം. കണ്ടോ നീ? ട്രെൻഡ് അലക്സാണ്ടർ പോയതൊന്നും നമുക്കൊരു വിഷയമല്ല. അത് വരുന്നാരൊക്കെ നോക്ക്. ഫ്രിംഗ്പോങ്, മിലോസ് കർക്കസ്, ഫ്ലോറിയൻ ഫ്രിറ്റ്സ്. മോനെ എന്താ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി. കർക്കസിനൊക്കെ പേഴ്സണൽ അഗ്രിമെന്റ് ഫിക്സ് ആയി. ഇനി എത്ര പൈസ കൊടുക്കണോന്ന് തീരുമാനിച്ചാൽ മതി ഇനി ബോൺമൗത്തിന്. കർക്കസ് ഈസ് റെഡി ടു ലിവർപൂൾ. ഹിയർ വി ഗോ. നിങ്ങൾ അടിപൊളി ട്രാൻസ്ഫേഴ്സ് ആണ്. അടിപൊളി ട്രാൻസ്ഫേഴ്സ്, അതൊരു സംശയമില്ല മോനെ. അതൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്, പ്രത്യേകിച്ച് വേർഡ്സ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് മറ്റ് ക്ലബ്സിന്. ഓക്കെ, വി ആർ റെഡി ഫോർ ദിസ് എന്നുള്ള രീതിക്ക് അടിപൊളി. കാരണം 100 മില്യൺ ഒക്കെ കൊടുത്തിട്ട് വേർഡ്സിനെ പോലുള്ള പ്ലെയറിന് മേടിക്കുന്ന ആസ് എ ലിവർപൂൾ ഫാൻ ഞാൻ എന്റെ ജീവിതത്തിൽ കരുതിയിട്ടില്ല ഈ ഒരു മൊമെന്റ് ഉണ്ടാവുമെന്ന്. കാരണം വേർഡ്സിനെ പോലുള്ള പ്ലെയർ ഐ തിങ്ക് അവനക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ബയണിൽ പോകാനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതുപോലെ തന്നെ സിറ്റി കോമ്പറ്റീഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിറ്റി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് ലെവലിലേക്ക് വേണമെങ്കിലും എമൗണ്ട് ഉയർത്താലോ എന്നുള്ള രീതിക്ക് ഞാൻ ആലോചിച്ചു. പക്ഷെ അവർ രണ്ടുപേരും കോമ്പറ്റീഷൻ ഇതിൽ നിന്ന് മാറി അവസാനം വേർഡ്സിന് ലിവർപൂൾ ഞങ്ങൾ മതി, എല്ലാവർക്കും എന്നെ മതി. അതുകൊണ്ടാണല്ലോ റയൽ മാഡ്രിഡിലേക്ക് പോകുന്നത്. ഗുലാൻ ആൻഡ് ടിൻഡു ട്രാൻസ്ഫേഴ്സ് ഓഫ് ലിവർപൂൾ എങ്ങനെ നോക്കി കാണുന്നു? നല്ല ട്രാൻസ്ഫേഴ്സ് ആണ്, അതിലൊരു സംശയമില്ലല്ലോ. എല്ലാം വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് തന്നെയാണ്. എസ്പെഷ്യലി വേർഡ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയറാണ് ബുണ്ടസ് ലീഗയിൽ. ഒന്നും പറയാനില്ല. ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ആർ ഡ്രീം ട്രാൻസ്ഫേഴ്സ് ഫോർ എനി ക്ലബ്. ആൻഡ് ഐ തിങ്ക് നെക്സ്റ്റ് സീസൺ ഒബിയസ്ലി ഇഞ്ചുറീസ് ഒന്നും ഇല്ലെങ്കിൽ ലിവർപൂളായി കമ്പീറ്റ് ചെയ്യാൻ നല്ല പാടായിരിക്കും. ആർസണൽ വിൽ ഡെഫിനറ്റ്ലി നീഡ് ടു ഗെറ്റ് എ സ്ട്രൈക്കർ. അതായിരിക്കണം ഇവര് സുബിമെന്റിനെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, എനിക്ക് അറിയുന്നില്ല എന്താണ് നോക്കുന്നുണ്ടായിരുന്നല്ലോ. ഇസാക്കിനൊന്നും അങ്ങനെ കിട്ടില്ല. അവനെ ഇസാക്കിനൊക്കെ നല്ല പൈസ ഇറക്കണം. പോരാത്തതിന് ന്യൂകാസിൽ അതിന്റെ ആവശ്യമില്ല. ന്യൂകാസിൽ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോകുന്ന ടീമാണ്. അവരും ടോപ്പ് ടീം തന്നെയാണ്, എല്ലാം വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ്. ലൈക്ക് നീ ഏത് പൊസിഷനിലാണ് ആർസണലിനേക്കാളും മോശമാണ് ന്യൂകാസിൽ എന്ന് പറയാൻ? ആകെ ഐ തിങ്ക് മേ ബി സെന്റർ ബാക്സ് മാത്രമായിരിക്കും. ബാക്കി എല്ലാ പൊസിഷനിലും അവർ അടിപൊളി പ്ലേയേഴ്സ് തന്നെയാണ്. ആർസണലിനെ പോലെ തന്നെ സ്ട്രോങ് ടീമാണ്. സോ ആൻഡ് ഇസാക്ക് ഇസ് ദ മെയിൻ മാൻ ദർ. ആർസണലിൽ വന്നാൽ അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ. മേ ബി ദേ വിൽ ഗോ ഫോർ സംബഡി ലൈക്ക് ഗ്യോക്കറസ്, സെസ്കോ ഓർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓസിമെൻ ഇസ് എ പോസിബിലിറ്റി. യാ
ഇവൻ പോയാ പിന്നെയും ആ, എന്താടാ പോട്ടെ. ഇത്, ഒരാള് വരും മറ്റേയാള് പോവും. വേറെ എന്തൊക്കെ ട്രാൻസ്ഫേഴ്സ് നടന്നിട്ടുണ്ട്? വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നാ എടാ നിങ്ങളെ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. നടത്തി. നിങ്ങള് ഫ്രീ ട്രാൻസ്ഫേഴ്സ് നോക്കിയിരിക്കുന്ന ആൾക്കാരല്ലേ, നോക്കിയിട്ട് കാര്യമില്ല. നടത്തി. ഫൈനൽ ഗെയിം പോലും വെയിറ്റ് ചെയ്തില്ല. എത്തി ചാബി ഇന്ന്, പ്രസന്റേഷൻ പോലും കഴിഞ്ഞു. ചാബി എത്തി, ട്രെൻഡ് എത്തും. ഇനി ഒരു 2 ദിവസത്തിനുള്ളിൽ ട്രെൻഡ് വരും. പിന്നെ നമ്മുടെ ചെക്കൻ ഹുയ്സൻ, എന്താ അവന്റെ പേര്, ഡീൻ ഹോയ്സൺ ഫ്രം ബോൺമൗത്ത്, എടുത്തു അവന്. ഇനി ഒരുത്തനും കൂടെ ഉണ്ട്, ഞങ്ങളുടെ ഒരു അക്കാഡമി പ്ലെയർ ആയിരുന്നു, കരേരാസ്. ഈ സീസൺ ലമാലിനെ കുക്ക് ചെയ്ത ഡിഫൻഡറാ. ബെൻഫിക്ക വേഴ്സസ് ബാർസലോണ ഫസ്റ്റ് ലെഗ് കണ്ടറിയാം. സെക്കൻഡ് ലെഗിൽ അവന് ഇഞ്ചുറി ആയി, അതുകൊണ്ട് ഇപ്പൊ കളിക്കാൻ പറ്റില്ല. കുക്കിംഗ് ഞാൻ കാണാറുണ്ട്. ബെൻഫിക്കയുടെ എതിരെ അവര് കളിക്കുന്ന സ്കോർ ബോർഡ് കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുക്കിംഗ്. എടാ അതിലില്ല, യമാലിന് ഒരു ഗോളോ അസിസ്റ്റ് പോലും ഇല്ല. അവനെ പൂട്ടിയിട്ടു ചെക്കൻ ഒറ്റയ്ക്ക്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഗോൾ അടിച്ചു. അത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അവൻ ലെഫ്റ്റിലല്ലേ, അവൻ എല്ലാരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അവൻ മാത്രം ഉണ്ടായത് ചെയ്യാനാ. അപ്പൊ അവൻ റിയൽ മാഡ്രിഡ് അക്കാഡമി പ്ലെയർ ആയിരുന്നു. വേറൊരു പ്ലെയർ നിങ്ങളുടെ റൈറ്റിൽ വരാൻ പോകുന്നുണ്ട്, ദ മോസ്റ്റ് ഡ്രിബിൾഡ് പാസ്റ്റ് പ്ലെയർ. എടാ അതൊക്കെ ചാബി ഉണ്ടടാ, ചാബി എല്ലാം നോക്കിക്കോളും. ചാബി അല്ല, ഞാൻ ആലോചിച്ചു, കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യ, എസ്പെഷ്യലി റിയൽ മാഡ്രിഡ് ഫാൻസ്, ലൈക്ക് ഇങ്ങനെ ഒരു, കാരണം ചാബിയുടെ പലരും പറയുന്ന ഒരു ഇത് എന്താന്ന് വെച്ചാ, ചാബി പ്ലേസ് 3 at the back, ഹീസ് ഹാവിങ് എ ഡിഫറെന്റ് ഫിലോസഫി കമ്പയർഡ് ടു റിയൽ മാഡ്രിഡിന് ഉണ്ടായിരുന്ന, ഹിസ്റ്റോറിക്കലി ഉണ്ടായിരുന്ന മാനേജേഴ്സിനെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറെന്റ് ആയ ഒരു ടൈപ്പ് മാനേജറാണ്. കാരണം ഇതുവരെ മോഡേൺ ടാക്ടിക്സ് കൊണ്ടുവന്ന മാനേജേഴ്സ് റിയൽ മാഡ്രിഡിൽ അങ്ങനെ ഇല്ല. ഇൻ ടേംസ് ഓഫ് ഈ മോഡേൺ എറ ഞങ്ങൾക്ക് ഉണ്ടായ എല്ലാം വെൽസ് എക്സ്പീരിയൻസ്ഡ് സീസൺഡ് മാനേജേഴ്സ്. ആൻഡ് ഒരു മിനിറ്റ്, എടാ എന്റെ നരച്ച പൊടി കാണുണ്ടോ നിനക്ക്? എടാ ഇവൻ അതിന്റെ ഇടയിൽ അതാണോ? എടാ പെട്ടെന്നൊരു സാധനം കൊമ്പ് പോലെ നിൽക്കുന്നു. എനിക്ക് അറിയുന്ന പോലും ഇല്ല. ഒന്നാമത് നിന്റെ ക്ലാരിറ്റി കുറവാണ്. നീ പറ, എനിക്ക് സങ്കടമായി, ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നിന്റെ ഇവിടെ ഒരു വെട്ട് കാണാം. യു കണ്ടിന്യൂ. എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം, എങ്ങനെ കളിക്കും ചാബി വന്നാൽ, എന്തായിരിക്കും ഒരു പൊട്ടൻഷ്യൽ റിയൽ മാഡ്രിഡ് ലൈനപ്പ്. ഒബ്വിയസ്ലി അടുത്ത ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ കാണാം, കാരണം ക്ലബ് വേൾഡ് കപ്പ് ഇസ് സ്റ്റാർട്ടിങ് ആൻഡ് നൗ ദ ഫുൾ ഫോക്കസ് ഇസ് ഓൺ ട്രൈങ് ടു വിൻ ദ ക്ലബ് വേൾഡ് കപ്പ്. ബട്ട് എനിക്ക് കുറച്ച് തോന്നിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് കുറച്ച് ഐഡിയാസ് വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ എന്ന് പറയാം. ഏതാടാ സൈറ്റ് ഇത്? tacticalpod.com. അതിന്റെ പൊന്നടാവേ, ഇത് നീ ഇപ്പൊ ഉണ്ടാക്കിയാണത്? കുറച്ച് മുമ്പേ. നന്നായിട്ടുണ്ട്, പറ. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചാവി കുറച്ചും കൂടെ ഫിലോസഫിക്കൽ മാനേജറാണ്. എന്ന് വെച്ചാൽ ഹി ഹാസ് സം പ്രിൻസിപ്പിൾസ് ദാറ്റ് ഹി ഓൾവേസ് ഫോളോസ്. അത് ബയർ ലിവർക്യൂസൻ ആണെങ്കിലും അതിന് മുമ്പ് റിയൽ സോസിഡാഡിലായിരുന്നപ്പോഴും അതിനു മുമ്പ് ഞങ്ങളുടെ അക്കാഡമി കോച്ച് ചെയ്ത ടൈമും ഹി ഹാഡ് എ ക്ലിയർ വേ ഓഫ് കൺട്രോളിങ് ദ ഗെയിം, ക്ലിയർ വേ ഓഫ് ബിൽഡപ്പ്. വളരെ സ്ട്രക്ചേർഡ് ആയ ഒരു ബിൽഡപ്പാണ്. അതായിരിക്കും വലിയൊരു ചേഞ്ച്. കാരണം ആഞ്ചലോട്ടി ഗിവ്സ് ഫ്രീഡം ടു ദ പ്ലെയേഴ്സ് സോ ദാറ്റ് ദേ ക്യാൻ ടേക്ക് ദെയർ ഓൺ ഡിസിഷൻ ഇൻ ദ ഫൈനൽ തേർഡ്. അങ്ങനെ ഒരു ടൈപ്പ് മാനേജറാണ് ആഞ്ചലോട്ടി. പക്ഷേ ചാബി ഈസ് ഡിഫറെൻറ്റ് ടു ദാറ്റ് ബിക്കോസ് ഹി ഹാസ് എ വേ ഓഫ് അറ്റാക്കിങ്. ഓരോരോ സിറ്റുവേഷൻസിലും ഹി ഹാസ് എ പ്ലാൻ. അങ്ങനത്തെ ഒരു ടൈപ്പ് മാനേജറാണ്. സോ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ് റിയൽ മാഡ്രിഡ് ദാറ്റ് വി ആർ ഗോയിങ് ടു സീ. ആൻഡ് ലെറ്റ്സ് അസ്യൂം, എനിക്കറിയില്ല, ചാബി ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആയിട്ട് വരുമായിരിക്കും. പക്ഷേ ലെറ്റ്സ് സേ ഇറ്റ്സ് 3 at the back. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സോ ബയർ ലെവർക്യൂസന്റെ ഫസ്റ്റ് സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ കൗണ്ടർ അറ്റാക്കിംഗ് ടീം. ബട്ട് ദ സെക്കൻഡ് സീസൺ വേർ ദേ ഹാവ് വെൻ ഇൻവിൻസിബിൾ, ട്രബിൾ അതൊക്കെ കിട്ടിയ ആ സീസണിൽ അവർ കുറച്ചും കൂടെ പൊസഷൻ ബേസ്ഡ് ടീമായിരുന്നു. കാരണം
കൗണ്ടർ അറ്റാക്കിംഗ് ആയി കളിക്കുമ്പോൾ കണ്ടുപിടിച്ച കുറച്ച് ഫ്ലോസിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങേര് ഈ പൊസഷൻ ബേസ്ഡ് ഫിലോസഫി കൊണ്ടുവന്നത്. ബട്ട് ഇൻ ബോത്ത് ദ സ്റ്റേറ്റ്സ് എന്താ ടീമിന്റെ ഫങ്ഷണലി ടീം ഡിഫറെന്റ് ആണെങ്കിലും അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വളരെ സിമിലർ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഹി മൈറ്റ് ഗോ ഫോർ 3 at the back ബിക്കോസ് ചാബി കൊണ്ടുവന്ന ട്രാൻസ്ഫേഴ്സ് ഒക്കെ അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഹോയ്സൺ, ട്രെൻഡ്, ഇപ്പൊ കരേരാസിനെ നോക്കുന്നുണ്ട്. സോ ഈ ട്രാൻസ്ഫേഴ്സ് ഒക്കെ വളരെ അതിനോട് മാത്രം അലൈൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു 3 at the back ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ഞങ്ങളുടെ അല്ല, ഫസ്റ്റ് ഞാൻ ചോയ്സ് കാണുന്നത് ബാക്ക് ലൈൻ ഇതായിരിക്കും. റോഡ്രിഗൊക്കെ നീ പറ. എടാ നിക്കടാ, ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയില്ല ചാബി എന്താ കളിക്കാന്ന്. ഞാൻ എൻ്റെ ഒരു അസംഷനിൽ പറയാ, മനസ്സിലാവും. ഞാൻ പ്ലേയേഴ്സിനെ വെച്ചുന്നേ ഉള്ളൂ. എനിക്ക് എങ്ങനെ അവൻ കളിക്കുന്ന അറിയാം, പക്ഷെ ആരൊക്കെ എവിടെ കളിക്കുന്നുള്ളത് എനിക്ക് ഇപ്പോഴും ക്ലിയർ അല്ല. അത് ഒബ്വിയസ്ലി മാനേജർക്ക് മാത്രമല്ലേ അറിയുള്ളൂ, ഇപ്പൊ എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ആസ് എ ഫാൻ എൻ്റെ ഒരു ഐഡിയ ഞാൻ പറയാ എന്തായിരിക്കും സാധ്യത എന്ന്, എങ്ങനത്തെ ടൈപ്പ് പ്രൊഫൈലുള്ള പ്ലേയേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവൻ മനസ്സിലായോ? കുക്ക് ചെയ്യട്ടെ. ഇപ്പൊ ട്രെൻഡിന് പകരം കാർവാലും ആവാം, റോഡ്രിഗോന് പകരം ഫ്രാൻ ഗാർഷ്യ ആവാം, ആര് വേണമെങ്കിൽ ആവാം. കരേരാസ് വരികയാണെങ്കിൽ കരേരാസ് തന്നെയായിരിക്കും മിക്കവാറും ഫസ്റ്റ് ചോയ്സ്. റോഡ്രിഗോ ബെഞ്ചിലായിരിക്കും. സോ ഐ വിൽ ഗെറ്റ് ടു ദാറ്റ്. നൗ കമ്മിങ് ടു ദ ബാക്ക് ലൈൻ, ഐ തിങ്ക് ബാക്ക് ലൈൻ ഡെഫിനറ്റ്ലി ഇത് തന്നെ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ്. ഇതല്ലെങ്കിൽ ഞാൻ ഒരുപാട് സർപ്രൈസ്ഡ് ആയിരിക്കും. ബിക്കോസ് മിലിറ്റാവ് ഇസ് നോട്ട് ഫിറ്റ്, മെൻഡി ഈസ് നോട്ട് റിലയബിൾ, ആലബ ചിന്തിക്കേണ്ട ആവശ്യമില്ല, സോറി, ഇറ്റ്സ് ടൈം ഫോർ ഹിം ടു ലീവ്. സോ ക്ലിയർലി ഇറ്റ്സ് ഹോയ്സൺ ട്രാൻസ്ഫറിന്റെ ഒരു മെയിൻ റീസൺ തന്നെ ഇതായിരിക്കും. ഐ തിങ്ക് ഹി വാണ്ട്സ് ദാറ്റ് ലെഫ്റ്റ് സെന്റർ ബാക്ക് പൊസിഷൻ ലോക്ക്ഡ് ആൻഡ് ഹോയ്സൺ ഇസ് ബെസ്റ്റ് ഫോർ ദാറ്റ്. ആൻഡ് ഒരിക്കലും ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഫോർമേഷൻസോ അല്ലെങ്കിൽ ഫിലോസഫിയോ അല്ല ചാബിയുടെ. സോ കോർട്ട്വാ ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. റൂഡിഗർ, ജോണത്തൻ ടാന്ന് കളിച്ചിരുന്ന അതേ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന ടൈപ്പ് അതേ പ്രൊഫൈലുള്ള പ്ലെയറാണ് റൂഡിഗർ. ആൻഡ് സെയിം ഫോർ അസെൻസിയോന് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ വരാം. ദാറ്റ് ഈസ് ലിങ്ക് ടു ട്രെൻഡ്. നൗ കമ്മിങ് ടു ദ വിങ് ബാക്സ് ആർ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഇവിടെ കുറേ കാര്യങ്ങൾ നടക്കാം. ഞങ്ങളുടെ ട്രാൻസ്ഫേഴ്സും ഞങ്ങളുടെ എങ്ങനെയാണോ ട്രാൻസ്ഫർ മാർക്കറ്റിൽ മൂവ്സ് നടക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ടീമിന്റെ ഒരു ഷേപ്പും. പക്ഷെ ആസ് ഓഫ് നൗ ഒബ്വിയസ്ലി ട്രെൻഡ് റൈറ്റ് വിങ് ബാക്ക് ആയിരിക്കും. ബട്ട് ലെവർക്യൂസനിൽ ഫ്രിംപോങ് കളിച്ച റോൾ ആയിരിക്കില്ല ട്രെൻഡിന്. കാരണം ഫ്രിംപോങ്ങും ട്രെൻഡും വളരെ ഡിഫറെന്റ് പ്രൊഫൈലായിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. ഇറ്റ്സ് ഐറോണിക്കൽ, കാരണം ലിവർപൂൾ കൊണ്ടുവന്ന റൈറ്റ് ബാക്ക് ഫ്രിംപോങ് ആണ്, ബട്ട് ഫ്രിംപോങ് ഇസ് നോട്ട് ലൈക്ക് ട്രെൻഡ് അറ്റ് ഓൾ. ട്രെൻഡ് കുറച്ചും കൂടെ ലെവർക്യൂസനിൽ കളിച്ചിരുന്ന ഗ്രിമാൽഡോനെ പോലത്തെ പ്ലെയർ ആണ്. ബിക്കോസ് ഗ്രിമാൽഡോ ടേക്സ് ഡിഫറൻസസ്. ട്രെൻഡ് റൈറ്റ് സൈഡ് ആണ്, ഗ്രിമാൽഡോ ലെഫ്റ്റ് സൈഡാണ് കളിക്കുക. സോ ബേസിക്കലി ഈ മൊത്ത ഫോർമേഷനെ നമ്മൾ ഒരു മിറർ വെച്ച് ഇങ്ങോട്ടാക്കിയ ഇറ്റ് വിൽ ബി ബേസിക്കലി ഓൾമോസ്റ്റ് സിമിലർ ടു ദ ബയർ ലെവർക്യൂസൻ ദാറ്റ് ദേ ഹാഡ്. സോ ദ ഐഡിയ ഓഫ് ട്രെൻഡ് ഈസ് എവിടെ സംഭവം, ട്രെൻഡിന്റെ സ്ട്രെങ്ത് ക്രോസ് ഫീൽഡ് ബോൾസ്, ഗോയിങ് ഫോർവേഡ്, ക്രോസിംഗ്, ആൻഡ് ഹീ ഈസ് ഓൾസോ ഗുഡ് അറ്റ് ലിവർപൂളിൽ പല സമയത്തും ട്രെൻഡ് ഓവർലാപ്പ് മാത്രമല്ല, ഈസ് ഓൾസോ ഗുഡ് അറ്റ് ഗോയിങ് ഇൻസൈഡ്, അണ്ടർലാപ്പ് ആൻഡ് ഗോയിങ് ഇൻസൈഡ്. സോ രണ്ടും ചെയ്യാറുള്ള ടൈപ്പ് പ്ലെയർ ആണ്. സോ ആൻഡ് സംടൈംസ് ഹി ഐ തിങ്ക് 2018-19 സീസണിൽ ട്രെൻഡ് പല ടൈമും മിഡ്ഫീൽഡിൽ നിന്ന് കളിച്ചിട്ടുണ്ട് ആ ഒരു സീസൺ. ആൻഡ് ഹി യൂസ് ടു പുട്ട് ദീസ് ലോങ് ബോൾസ് ഫ്രം ദെയർ ആൻഡ് ത്രൂ ബോൾസ് ടുവേർഡ്സ് ദ വിങ്ങേഴ്സ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ട്രെൻഡ് വിൽ ബി ദ ക്രിയേറ്റീവ് ഹബ്. ഈ ഒരു സൈഡിൽ നിന്നായിരിക്കും ഞങ്ങളുടെ ഒരു ഡിഫറൻസ്, അതായിരിക്കും. കാരണം ഇതുവരെ ടോണി ക്രൂസ് പോയതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരാളില്ല ടീമിൽ. സെബയോസ് ഇസ് ദ ക്ലോസസ്റ്റ് പ്ലെയർ ടു ഹിം, ആൻഡ് സെബയോസ് യു കാൺ റിലൈ ഹിം ഫോർ എവറി മാച്ച് ഈവൻ ദോ ഹി ഹാസ് ബീൻ ഓക്കെ. കാരണം ഇഞ്ചുറി ആയി, എനിക്ക് പല ഇഞ്ചുറീസും ഉണ്ടായി. സോ ഒരു കളിയിലും അവനെ കളിപ്പിക്കും. ആൻഡ് മോഡ്രിച്ചിന് വയസ്സായി, മോഡ്രിച്ച് ഇപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പോവാറായി. സോ അങ്ങനെ വേറെ ആരുമില്ല. ആർദ ഗുളർ ഇസ് വെരി യങ്. അവനെ ആ ഒരു പൊസിഷനിൽ, പുതിയ പൊസിഷനിൽ ഫസ്റ്റ് ടീമിൽ ഒറ്റയടിക്ക് ബോംബാർഡ് ചെയ്താൽ അവൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയില്ല. സോ ആ റിസ്ക് ഒരിക്കലും ആഞ്ചലോട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഈവൻ ദോ ഹി വാസ് ഇൻക്രെഡിബിൾ. സോ ഇങ്ങനത്തെ പ്രൊഫൈലുള്ള പ്ലേയേഴ്സ് വളരെ കുറവാണ് ഞങ്ങളുടെ ടീം. അതുകൊണ്ട് തന്നെ ട്രെൻഡ് വളരെ കീ ആയിരിക്കും ഞങ്ങളുടെ ചാൻസ് ക്രിയേഷനും. ഞങ്ങളുടെ ഹീ ഈസ് ലൈക്ക്
എൻ്റെ ഒരു ഇമാജിനേഷൻ ഞാൻ ഇപ്പം എനിക്ക് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ സീ എ ലോട്ട് ഓഫ് ട്രെൻഡ് ബോൾസ് ടു വിനീഷ്യസ്. ആ ഒരു ലോങ് പണ്ട് ലിവർപൂളിൽ ഉണ്ടായിരുന്ന ആ ഒരു ടൈപ്പ് ഗെയിം നമുക്ക് ഡെഫിനറ്റ്ലി അറ്റാക്കിൽ കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ കമ്മിങ് ടു ദ ലെഫ്റ്റ് വിങ് ബാക്ക്, ദിസ് ഇസ് ദ മോസ്റ്റ് ട്രിക്കി പൊസിഷൻ. കാരണം ഇവിടെ എനിക്ക് ആരെ കളിപ്പിക്കണം എന്ന് അറിയില്ലായിരുന്നു. ഒബ്വിയസ്ലി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഫ്രാൻ ഗാർഷ്യ ആണ് കളിക്കുക. ബട്ട് ദെൻ ദർ ഇസ് എ ഡിഫറൻസ്. കാരണം ലെവർക്യൂസനിൽ ഒരിക്കലും ഫ്രിംഗ്പോങ് ആയിരുന്നില്ല മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന പ്ലെയറോ. ഫ്രിംഗ്പോങ് വാസ് ഓൾവേസ് ഹിയർ ഓർ ഹിയർ ഓർ ഹിയർ. സോ ദിസ് ഇസ് വെയർ ഫ്രിംഗ്പോങ് ഓപ്പറേറ്റ്സ്. ബട്ട് ഓൺ ദ റൈറ്റ് സൈഡ് ഇവിടെ നമ്മളെല്ലാം ഇൻവേർട്ട് ചെയ്യാണ്. സോ ഗ്രിമാൽഡോ വാസ് മോർ ഇവിടെ ആൻഡ് ദെൻ ഫ്രിംപോങ് വാസ് മോർ ഇവിടെ, ആൻഡ് സംടൈംസ് ഗ്രിമാൽഡോ കംസ് ഹിയർ വെൻ ഫ്രിംപോങ് മേക്സ് ദ റൺ ടു ഫാർ പോസ്റ്റ് ആൻഡ് ദെൻ ക്രോസ്. സോ സെയിം തിങ് ഫ്രം ദ റൈറ്റ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമുക്ക് ലൈക്ക് അത്ര വർക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ ആയിരിക്കണം എന്നില്ല, ഈവൻ ദോ യു ക്യാൻ പ്ലേ സച്ച് എ പ്ലെയർ. സോ ഫ്രാൻ ഗാർഷ്യ ഇസ് വെരി ഗുഡ് ഫിറ്റ് ഫോർ ബോത്ത്. കാരണം അറ്റാക്കിങ്ങിലും അത്യാവശ്യം കഴിവുള്ള പ്ലെയർ ആണ്. ബട്ട് ദെൻ നമുക്ക് ഒരുപാട് അറ്റാക്ക് വേണം, നമ്മൾ നല്ലോ ലൈക്ക് വി നീഡ് ടു പുഷ് ഫോർ ദാറ്റ് ഹൈ സ്കോറിംഗ് ഗോൾ, അല്ലെങ്കിൽ ലോ ബ്ലോക്സ് ആണ്, നമുക്ക് കുറെ ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വുഡൻ മൈൻഡ് പ്ലേയിങ് സംബഡി ലൈക്ക് റോഡ്രിഗോ ദർ. ബിക്കോസ് റോഡ്രിഗോന് ഏറ്റവും ഇഷ്ടമുള്ള പൊസിഷനാണ് ലെഫ്റ്റ് വിങ്. അവൻ ഏറ്റവും കൂടുതൽ അവൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയാൽ തന്നെ അവൻ ഏറ്റവും കൂടുതൽ ഗോൾസും അസിസ്റ്റും അവൻ്റെ ഏറ്റവും ഷൈൻ ചെയ്യുന്ന പൊസിഷൻ ലെഫ്റ്റ് വിങ് തന്നെയായിരുന്നു. പക്ഷേ വിനീഷ്യസ് ഉള്ളതുകൊണ്ട് മാത്രം, ഞങ്ങൾ 4-3-3 ആണ് ട്രഡീഷണലി എപ്പോഴും കളിക്കുന്നതെന്നുള്ളതുകൊണ്ട് മാത്രം ഹി വാസ് പുഷ് ടു സ്ട്രൈക്കർ ഓർ റൈറ്റ് വിങ് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് മൈറ്റ് ചേഞ്ച് ഇഫ് റോഡ്രിഗോ സ്റ്റേസ്. നൗ വേറൊരു ഫോർമേഷൻ ഉണ്ട്. Rodrigo can still play on the right as he used to, and we may have Bellingham left mid, Kamavinga or Chouameni as the one of the double pivot. This is also possible എന്ന് എനിക്ക് തോന്നുന്നു. But then Bellingham is not your typical ആ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലെയർ അല്ല Bellingham. So I don't see that happening, but we will see. നമുക്ക് നോക്കാം. Bellingham ഇപ്പം എന്തായാലും തൽക്കാലം ഞാൻ ഇവനെ ഇവിടെ വെക്കുകയാണ്. റോഡ്രിഗോ അല്ലെങ്കിൽ കരേരാസ് വരികയാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി കരേരാസ്, ബിക്കോസ് ഹീ ഈസ് ഗുഡ് ഇൻ ബോത്ത്. കരേരാസ് റോഡ്രിഗോൻ്റെ അത്ര അറ്റാക്കിങ്ങോ ഒന്നുമല്ല, പക്ഷെ ഓവറോൾ ഒരു വളരെ ബാലൻസ്ഡ് പ്ലെയറാണ്. പണ്ട് മാർസലോ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാർവാഹലായിരുന്നു റൈറ്റിൽ ഒരു ബാലൻസ് കൊണ്ടുവന്നിരുന്നത്. കാരണം ഞങ്ങൾ 4 ആയിരുന്നു, ഇത് 3 at the ബാക്കാണ്. ആ ഒരു ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ റോൾസ് മാറി, പ്രൊഫൈൽസ് മാറി. സോ പ്ലേയിങ് റോഡ്രിഗോ ഇസ് നോട്ട് എ ബാഡ് ഓപ്ഷൻ. പക്ഷേ ഒബ്വിയസ്ലി ചാബിക്കാണ് എന്നെക്കാളും കൂടുതൽ അറിയാം, അപ്പോൾ നമുക്ക് കണ്ടറിയാം. നൗ വേർ ഇസ് ആർദ? അയ്യോ, ഇവൻ ഇവിടെ എത്തിയ ആർദ വേറെ കീ പ്ലെയർ ആണ്. അതിനു മുമ്പ് മിഡ്ഫീൽഡിൽ ഐ തിങ്ക് ഇറ്റ്സ് വെരി സ്ട്രൈറ്റ് ഫോർവേഡ്. വാൽവർഡെ ഇസ് ഫിക്സ്ഡ്. ഐ ഡോണ്ട് സീ, എനിക്ക് തോന്നുന്നില്ല വാൽവർഡെ അല്ലാണ്ട് വേറെ ആർക്കും ഈ ഡബിൾ പിവറ്റിൽ ഈ റോള് കളിക്കാൻ പറ്റുന്നു. കാരണം ട്രെൻഡ് ഇവിടെ കളിക്കും, അവന് നല്ല അറ്റാക്കിംഗ് ഫ്രീഡം കൊടുക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഞങ്ങൾ ബുദ്ധിമുട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രെൻഡിനെ ഡിഫെൻഡ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി അവൻ വീക്കറാണ്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് പൊസഷൻ പോകുന്ന സിറ്റുവേഷനിൽ വി നീഡ് വാൽവർഡെ ടു കവർ, ആൻഡ് ഹീ വിൽ ബി കീ ഫോർ ദാറ്റ്. കാരണം പണ്ട് ജോർഡൻ ഹെൻഡർസൺ ചെയ്തിരുന്ന പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാവൻബർഗ് ആൻഡ് കൊണാറ്റ് രണ്ടുപേരും കൂടെ ചെയ്യുന്ന പോലെയോ ട്രെൻഡിന് ഒറ്റയ്ക്ക് 1-on-1 വിടാൻ പറ്റില്ല ഒരു വിങ്ങറായിട്ടും. എസ്പെഷ്യലി റഫീനിയ അങ്ങനത്തെയൊക്കെ വിങ്ങേഴ്സ് വരുമ്പോൾ യു കാൺ ലീവ് ഹിം അലോൺ. ഓൾവേസ് യു ഷുഡ് ഡബിൾ അപ്പ് ഓൺ ദ വിങ്ങർ. അതുകൊണ്ട് തന്നെ വാൽവർഡെ ഇസ് ദ ബെസ്റ്റ് ഫിറ്റ് ഫോർ ദാറ്റ്. അവൻ ഈ സീസൺ മൊത്തം അതാണ് ചെയ്തിരുന്നത്. കാരണം ഞങ്ങൾക്ക് റൈറ്റ് ബാക്കിൽ കർവാഹൽ ഇഞ്ചുറി ആയതുകൊണ്ട് വളരെ മോശമായിരുന്നു. വാസ്കസ് കനോട്ട് ഡു ഇറ്റ്. സോ വാസ്കസിനെ കവർ ചെയ്ത പോലെ തന്നെ വാൽവർഡെ വിൽ കവർ ദാറ്റ്, and Asensio will also be covering because we are playing 3 at the back. So Rudiger can push, Højlund can push, and whoever it is, Carreras ആണെങ്കിൽ Carreras, അല്ല കമവിംഗ ആണ് ഇവിടെ കളിച്ചിരുന്നെങ്കിൽ മേ ബി കമവിംഗ will push and Rodrigo might go here. So അല്ലെങ്കിൽ Bellingham, anybody. So ഇത് പറ്റും 3 at the back ആകുമ്പോൾ. അതുകൊണ്ട് തന്നെ അസെൻസിയോ ആൻഡ് വാൽവർഡെ വിൽ ബി വെരി കീ ടു അവർ ടീം. ആൻഡ് ഇവർ രണ്ടുപേരല്ലാണ്ട് എനിക്ക് ആരും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഈ റൈറ്റ് സൈഡിൽ, എസ്പെഷ്യലി ഇഫ് ട്രെൻഡ് ഈസ് പ്ലേയിങ് ഹിയർ. നിന്റെ ബെഞ്ച് ചൗമേനി ഇവരൊക്കെ എന്ത് ചെയ്യും?
ഇഞ്ചോർഡ് ആയ പ്ലേയേഴ്സ് അതന്നെ മാറും. ഞങ്ങൾക്ക് കമോ കാർവഹാല ഇന്ത്യവരൊക്കെ എന്ത് കളിക്കുക ചെയ്യാ? ഇവിടെ. സോ ദെൻ ആ, ഐ okay. തിങ്ക് അറ്റാക്ക് ചെയ്യുന്ന രീതി മാറും. കാരണം കാർവഹാൽ ഈസ് നോട്ട് ട്രെൻഡ്. സോ ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് സെറ്റപ്പ്. നോ കാർവഹാൽ ഫിറ്റാണ്. കാർവഹാൽ ആക്ച്വലി ക്ലബ് വേൾഡ് കപ്പിൽ ചിലപ്പോൾ കാർവഹാൽ തന്നെ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ്. ട്രെൻഡിനെ മെല്ലെ കൊണ്ടുവരണ്ടാവുള്ളൂ. ലെറ്റ്സ് സി. ബെല്ലിംഗം ഓൺ ലെഫ്റ്റ്, ഐ തിങ്ക് ദിസ് ഇസ് വെരി ഒബ്വിയസ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. വിനീഷ്യസ് ഒബ്വിയസ്. വിനീഷ്യസിന്റെ റോൾ ഇൻസൈഡ് ഫോർവേഡ് ആയിരിക്കും. ഇറ്റ് വോണ്ട് ബി എ ടിപ്പിക്കൽ റൈറ്റ് വിംഗറി കൈൻഡ് ഓഫ് തിങ്. But we can also see that maybe cross field balls and then Rodrigo comes inside. This could also happen. സോ അതുകൊണ്ട് തന്നെ വിനീഷ്യസ് റോഡ്രിഗോ രണ്ടുപേരുടെയും പ്രശ്നം അവർ രണ്ടുപേരെയും കൂടെ ലെഫ്റ്റ് കളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ദിസ് സോൾവ്സ് ദാറ്റ് പ്രോബ്ലം. കാരണം രണ്ടുപേരും അറ്റാക്കിംഗ് ആയി സിമിലർ. ഐ തിങ്ക് ഇറ്റ് വിൽ ബി വെരി വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റോപ്പ് ദം വെൻ ദേ ആർ ബോത്ത് പ്ലേയിങ് ഹിയർ. only defensive weakness is if Bellingham cannot cover, or if this space opens up a lot of times. അതുകൊണ്ട് തന്നെയാണ് ഐ തിങ്ക് കരേരാസ് ട്രാൻസ്ഫർ അവർ പ്രയോറിറ്റൈസ് ചെയ്യണം, ബിക്കോസ് ഹി വിൽ ബി ദ ഐഡിയൽ ഫിറ്റ് ഹിയർ. എനിക്ക് നിങ്ങളുടെ മിഡ്ഫീൽഡ് വീക്ക് ആണെന്ന് ഡൗട്ട് ഉണ്ട് ഇൻ ടേംസ് ഓഫ് ഡിഫൻസീവ് വർക്ക് റേറ്റ്. ഇങ്ങനെയാണ് സെറ്റപ്പ് വെച്ചെങ്കിൽ എനിക്ക് മിഡ്ഫീൽഡ് എനിക്ക് ഇതായിട്ട് തോന്നുന്നില്ല. കാരണം വി സ്റ്റിൽ ഹാവ് ചുവാമേനി ആൻഡ് കമവിംഗ. ഞങ്ങൾക്ക് അറ്റാക്ക് ഇത്ര ആവശ്യമില്ലാത്ത ടൈം ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി മോർ ഓഫ് ചുവാമേനി, ആർദ, റോഡ്രിഗോ, നോ, ബെല്ലിംഗം ആസ് ക്യാം. കാരണം ഞങ്ങൾ ഒരു വ്യത്യാസമുണ്ട്. അലോൺസോ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഫോർമേഷൻ അല്ല. ദേ ഡിഫെൻഡ് ഇൻ എ ഫോർ അറ്റ് ദ ബാക്ക് പൊസിഷൻ, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ദിസ് വിങ്ങർ റൈറ്റ് വിങ് ബാക്ക് വിൽ ബി ഹിയർ. സോ ഒരിക്കലും ഇതായിരിക്കില്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദേ പുഷ് ലൈക്ക് ദിസ്, ആൻഡ് ഡബിൾ പിവറ്റിൽ ഒരു പിവറ്റ് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് അവർ ഡിഫെൻഡ് ചെയ്യുക. ബിക്കോസ് ദ അറ്റാക്കേഴ്സിന് അവർ അങ്ങനെ റിലൈ ചെയ്യില്ല ആ ഒരു സിറ്റുവേഷനിൽ. ബട്ട് ദാറ്റ് ഈസ് ഓൺലി ഓൺ ക്വിക്ക് ട്രാൻസിഷൻസ് അങ്ങനത്തെ. ഈ ഡിഫൻസിൽ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാം, പക്ഷെ അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഔട്ട് ഓഫ് പൊസിഷൻ ആവാൻ ചാൻസ് ഉണ്ട്. വാൽവറിന്റെയും ബെല്ലിംഗം സെന്ററിൽ കളിക്കുകയാണെങ്കിൽ. അല്ല, ഞാൻ പറയട്ടെ, നീ പറയുന്ന ഏത് സിറ്റുവേഷനിലാ? ബോൾ ഈ സൈഡിൽ നിന്ന് ലൂസ് ചെയ്യുമ്പോഴാണോ? ഈ സൈഡിൽ നിന്ന് ലൂസ് ചെയ്യുമ്പോഴോ? കൗണ്ടർ അറ്റാക്ക് ഉണ്ടാകുന്ന ട്രാൻസിഷൻ പീരീഡിൽ. അതന്നെടാ, ലൈക്ക് ഞാൻ പറയുന്നത്, ഇവിടുന്ന് ആരുടെയെങ്കിലും ഇപ്പോൾ സപ്പോസ് എംബാപ്പെ ഒരു ഷോട്ട് എടുത്തു, അത് മിസ്സായി, മറ്റേ ഡിഫൻഡറുടെ കാല് പോയിട്ട്, ഈ സിറ്റുവേഷനിലാണോ നീ പറയുന്നത്? ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ബെല്ലിംഗം വാൽവറുടെ അഡ്വാൻസ്ഡ് പ്ലെയേഴ്സ് ആണ്. അല്ല, ബെല്ലിംഗം വാൽവറുടെ ഏറ്റവും വർക്ക് റേറ്റ് ഉള്ള പ്ലേയേഴ്സ് ആണ്. അവരാണ് ഏറ്റവും ഡിഫെൻസീവായ, ഞങ്ങളുടെ അറ്റാക്കിംഗ് മൈൻഡഡിൽ ഡിഫെൻസീവായ പ്ലേയേഴ്സ് അവരാണ്. മനസ്സിലായോ? ഏറ്റവും നന്നായി കവർ ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ്. നീ വാൽവറുടെയും ബെല്ലിംഗമിനെയും ശ്രദ്ധിച്ചറിയാം. ദേ ഹാവ് വൺ ഓഫ് ദ ബെസ്റ്റ് ബോൾ വിന്നിംഗ് സ്റ്റാറ്റ്സ് ആഫ്റ്റർ ചുവാമേനി. അതിലെനിക്ക് സംശയമില്ല. ആൻഡ് ദേ വിൽ റൺ. രണ്ടുപേരും 90+ 120 മിനിറ്റ്സ് വരെ ഫുൾ ഓടുന്ന ടൈപ്പ് പ്ലേയേഴ്സ് ആണ്. ദർ വർക്ക് റേറ്റ് ഇസ് ഇൻസൈൻ മാൻ. എനിക്ക് തോന്നുന്നില്ല അതൊരു പ്രശ്നമായിരിക്കും. ആകെ പ്രശ്നം വരാൻ പോകുന്ന എപ്പോഴാന്ന് വെച്ചാൽ ബെല്ലിംഗമിന്റെ വർക്ക് റേറ്റ് ഇൻസൈൻ ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നില്ല ബെല്ലിംഗം അത്രത്തോളം ഡിഫൻസീവ് ഔട്ട്പുട്ട് തരുന്ന ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നില്ല. വാൽവറുടെ ടു സം എക്സ്റ്റെൻഡ് ഐ ക്യാൻ എഗ്രി. കാരണം അവന് ഏത് പൊസിഷനിൽ വേണമെങ്കിലും അങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നീ ഞങ്ങളുടെ എത്ര കളി കണ്ടിട്ടുണ്ടാവും ഏകദേശം? അങ്ങനെ മൊത്തമൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടതിൽ എനിക്ക് ബെല്ലിംഗമിന് അത്ര He makes at least 2 tackles per game. Okay.
ഈ സീസൺ ഡിഫറെൻ്റ് ആണെടാ. കഴിഞ്ഞ സീസൺ കളിച്ച പൊസിഷനല്ല അവൻ കളിച്ച്. ഈ സീസൺ ഹി ഹാഡ് വെരി ഗുഡ് ഡിഫെൻസീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഹി എക്സെൽഡ് ഇൻ ഇറ്റ്. കാരണം ഞങ്ങൾക്ക് നിനക്ക് ഒരു കമ്പാരിസൺ ഇടാൻ പറ്റുമോ ഈ സീസണും കഴിഞ്ഞ സീസണും തമ്മിൽ? അതിടാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ സാധനം ഗ്ലിച്ചായി. എൻ്റെ സാധനം ഗ്ലിച്ചായടാ, ആവുന്നില്ല. കുഴപ്പമില്ല. നിന്റെ സംസാരിക്കാളെ പറഞ്ഞോ, അത് നമുക്ക് പിന്നെ നോക്കാം. എൻ്റെ കീബോർഡ് പോയടാ. എന്തൊക്കെയാണ് ഇവൻ കാണിക്കുന്നത്? ലൈക്ക് ഒബ്വിയസ്ലി ബെല്ലിംഗം കഴിഞ്ഞ സീസൺ ഫോൾസ് 9 ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ സീസൺ അങ്ങനെയല്ല. അവൻ ഏറ്റവും കൂടുതൽ കളിച്ച ലെഫ്റ്റ് മിഡും സെൻറ്ററിലും. ആൻഡ് ഹി വാസ് ഇൻക്രെഡിബിൾ ഡിഫെൻസീവ്ലി എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കളിയും കാണാറുള്ളതുകൊണ്ട് ഐ സീ ഹൗ ഇറ്റ് ഹാസ് എഫക്റ്റഡ് ഹിം. കാരണം ഈ സീസൺ അവന് വലിയ ഗോൾസോ അസിസ്റ്റൊന്നും ഇല്ല കമ്പാരിറ്റീവ്ലി. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് ഡിഫെൻസീവിൽ ഒരുപാട് കവർ ആവശ്യം വന്നിരുന്നു ഇവർ രണ്ടുപേരും കാരണം. യാ, ദാറ്റ്സ് ഓൾ. ആർദ വിൽ ബി മോർ ഓഫ് എൻ ഇൻസൈഡ് ഫോർവേഡ് ഫ്രം റൈറ്റ്. അതവന് പറ്റിയ ഒരു റോളാണെന്ന് എനിക്ക് തോന്നുന്നു. നൗ 4-4-2 ആണെങ്കിൽ ഇറ്റ് കുഡ് ബി ലൈക്ക് ദിസ്, ബട്ട് വിൽ സി. എന്തായാലും ക്ലബ് വേൾഡ് കപ്പ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തായിരിക്കും. ഇത് കുറച്ചും കൂടെ എനിക്ക് ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് ആക്ച്വലി ഈ 4-4-2 കാണുമ്പോൾ, മറ്റേ 5 at the backനേക്കാളും. പക്ഷെ ദെൻ 5 at the back ഒബ്വിയസ്ലി അതിൽ 3 at the back അതിൽ പുലി അലോൺസോ തന്നെയാണ്. സോ അലോൺസോൻ്റെ ടീം കണ്ടാലേ അറിയുള്ളൂ. ബട്ട് ഇഫ് ഹീ പ്ലേസ് 4-4-2 ഐ തിങ്ക് ദിസ് മൈറ്റ് ബി ദ മോസ്റ്റ് ലൈക്ലി formation. Maybe only changes that maybe instead of Chouameni, sometimes Bellingham comes here and Rodrigo gets start on the left mid. അതും പോസിബിൾ ആണ്. And sometimes Kamavinga, Bellinghamന് റെസ്റ്റ് കൊടുക്കേണ്ട കളിയില്ല. മേ ബി Kamavinga will play. I don't know. അത്രേ ഉള്ളൂ മോനെ. ഇതിലെങ്ങനെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എന്ത് കുക്ക് ചെയ്യായിരുന്നില്ലേ? അല്ല, എൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കണ്ടായിരുന്നു. എസ്പെഷ്യലി ടിൻഡു വന്ന് എന്നോട് ചോദിച്ചു, ട്രെൻഡൊക്കെ കൊണ്ടുവന്നു, ട്രെൻഡിനെ എവിടെ കളിപ്പിക്കും? അപ്പോഴേ ഞാൻ ആലോചിച്ച് പറഞ്ഞ പോലെ എവിടെ ഞാൻ മിഡ്ഫീൽഡ് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വാൽവെർദെ എവിടെ കളിക്കും? എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് എനിക്ക് ഐ തിങ്ക് അവരുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ലെറ്റ്സ് സീ. എനിവേസ് അത്രയല്ലേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. വേറെ ബാലൻ ദി ഓർ കോൺവെർസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എടാ, യൂറോപ്യൻ ഗോൾഡൻ ബോട്ട് ഇറ്റ്സ് എംബാപ്പെ. എന്തൊക്കെയായിരുന്നു എന്ത് കാര്യത്തിന്? 2.0 എന്ത് കാര്യത്തിന്? എന്ത് എടാ എന്ത് കാര്യത്തിന്? ആയിക്കോട്ടെ, അവനെ കുറ്റം പറഞ്ഞവര് നോബഡി കെയർസ്. നോബഡി അല്ല, നിങ്ങൾക്ക്. ഞങ്ങള് കെയർ ചെയ്യും. ഞങ്ങള് തോക്കുമ്പോ നിങ്ങൾ കെയർ ചെയ്യും. അതെനിക്കറിയില്ല. അത് നിങ്ങൾ ട്രോഫിയൊക്കെ എടുത്ത് വെച്ചത് ഇപ്രാവശ്യം. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഓൾറെഡി ക്ലബ് വേൾഡ് കപ്പും ഉണ്ട്, സൂപ്പർ കപ്പും ഉണ്ട്. അതെ, അത് തിറ തന്നാണല്ലോ എല്ലാരും കൂടെ ക്ലബ് വേൾഡ് കപ്പ്. ശരിയാ, അതൊക്കെ ഞങ്ങൾ കളിച്ച് ജയിച്ചല്ലേ. എന്തൊക്കെ കേക്കണം. ഒരു പ്രീമിയർ ലീഗ് അടിച്ചതിനാണ്. ഒരു പ്രീമിയർ ലീഗ് 20 പ്രീമിയർ ലീഗ് അടിച്ച പിന്നെ ഞങ്ങളല്ലേ? അല്ല, ഈ സീസണിന്റെ കാര്യം പറഞ്ഞു. ഈ സീസണിലുള്ള ഒരു പ്രീമിയർ ലീഗ് അല്ലേ ഞങ്ങളെ കൊണ്ടായില്ലേ? അത് അടിച്ചതിനാണ് ഇത്ര. നോക്കിക്കോ, അടുത്തത് മിക്കവാറും ലിവർപൂൾ പൊട്ടൂടാ. പ്രീമിയർ ലീഗ് അവരടിക്കില്ല. അതൊന്നും കുഴപ്പമില്ലടാ, പ്രീമിയർ ലീഗ് അല്ലേ, ആൾക്കാർ മാറി മറിഞ്ഞോണ്ടിരിക്കും. നിങ്ങളെ പോലെ 2 മാത്രം അടിക്കാമല്ലോ. കഴിഞ്ഞ സീസൺ ഞങ്ങളല്ലേ അടിച്ച്. അതന്നെ, നിങ്ങളും ബാർസലോണ. എന്താടാ നമ്മളെന്താ ബാർസലോണയെ കുറിച്ച് എന്താ പറഞ്ഞവൻ? നീയും ബാർസലോണ റിയൽ മാഡ്രിഡ് ബാർസലോണ മാത്രം ലാ ലീഗ അടിക്കാറുള്ളത്. ഓ അങ്ങനെ. അത്ലറ്റിക് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ.
അത്ലറ്റിക് അടിക്കും. ആടിന് ചങ്ങനാന്തിക്ക് വന്നിട്ട് പറഞ്ഞ അടിച്ചിട്ട് പോകും. ഓക്കെ, എന്നാ കഴിഞ്ഞില്ലേ? നിർത്താം. വേറൊന്നുമില്ലല്ലോ. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിങ് ഇൻ ടു ദി കാൽപോസ് ടോക്സ്. സീ യു സൂൺ. ഇത് ഭയങ്കര വലിയ എപ്പിസോഡ് ആയിപ്പോലുള്ള മഹാഭാപികള്. ഞാൻ ഇതെങ്ങനെ എഡിറ്റ് ചെയ്തുണ്ടാക്കും? അത് ഇടയിൽ നമ്മൾ കുറെ സമയം പോയിടാ, അത് കട്ട് ചെയ്താൽ ശരിയാവും. Thank you so much for tuning into the Galpost Talks. We'll see you soon in the next episode. Bye. സുലാൽ.